ഓക്കെ, അപ്പൊ ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 ക്ലാസ്സുകളിൽ നമ്മൾ ഇല്ലാത്തത് കാരണം ഞാൻ അതിന്റെ റെക്കോർഡും ഡയറക്റ്റ് ഇട്ടിട്ടുണ്ട് ഇൻഡിക്കേറ്റേഴ്സിന്റെ. അത് നോക്കിയ സമയമുണ്ടെങ്കിൽ ഏറ്റവും അവസാനം എടുക്കുക. പക്ഷെ അത് കാണാൻ വിട്ടുപോകരുത്, കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് ഏറ്റവും അവസാനം നമുക്ക് വീണ്ടും പോവാം. ബാക്കിയുള്ള ക്ലാസ്സിന് മുടക്കാൻ പറ്റില്ല, ഇനി ഒരു 7-8 ക്ലാസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ എടുക്കാത്തത് നമുക്ക് പിന്നെ ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് ഇനി ഫിബനാച്ചി എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രമേ അതിനകത്ത് പെൻഡിങ് ഉള്ളൂ ഇൻഡിക്കേറ്റേഴ്സിനകത്ത്. ബാക്കിയെല്ലാം ഇൻഡിക്കേറ്റേഴ്സ് അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ സ്മാർട്ട് മണി കൺസെപ്റ്റിനെ കുറിച്ച് നോക്കാം. എന്താണ് സ്മാർട്ട് മണി കൺസെപ്റ്റ്? എല്ലാവരും സ്മാർട്ട് മണി കൺസെപ്റ്റ് വെച്ച് ട്രേഡ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടുമെന്ന് പറയുന്നു. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കാം. ഇത് ഞാൻ പല സ്ട്രാറ്റജി കൺസെപ്റ്റുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് മാത്രം ഉപയോഗിക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ, ഓരോ ലെവൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അല്ലാതെ ഇത് തന്നെ യൂസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്, അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഒരു കാരണവശാലും ചേഞ്ച് ചെയ്യരുത്. ആര് പറഞ്ഞാലും അത് മാറ്റിയിട്ട് വെറുതെ ട്രൈ ചെയ്ത് നിങ്ങൾ ഇപ്പോഴത്തെ സ്ട്രാറ്റജി ഒരു 60% സക്സസ്ഫുൾ ആണെങ്കിൽ സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്. ഓക്കെ, അതിൽ നല്ല സ്ട്രാറ്റജികളൊന്നും വേറെ കിട്ടത്തില്ല. അതുകൊണ്ട് പറഞ്ഞു, അപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലി കറക്റ്റ് ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ മാറ്റി പിടിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഓരോന്ന് പുതിയത് കാണും, പുതിയതിലേക്ക് വർഷം. ഇത് നിങ്ങൾ കണ്ട് ജസ്റ്റ് മനസ്സിലാക്കിയത് ചെറിയ ടോപ്പിക്സ് ആണ്, ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഇത് എന്താണ് സ്മാർട്ട് മണി കൺസെപ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് മാത്രമേ നമ്മൾ ഇതിനകത്ത് പറയുന്നുള്ളൂ. അപ്പൊ സ്മാർട്ട് മണി കൺസെപ്റ്റ് വെച്ചിട്ട് ട്രേഡ് എടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്മാർട്ട് മണി കൺസെപ്റ്റിന്റെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് ഡയറക്റ്റ് പരീക്ഷിക്കാം. നിങ്ങൾക്ക് ട്രയൽ എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ ഇത് വെച്ചാൽ ചെയ്യണം. ഇത് കുറച്ച് ട്രിക്കിയാണ്. ഇത് അധികം ട്രേഡ് ഒന്നും കിട്ടത്തുമില്ല, വളരെ റെയർ ആയിട്ട് ട്രേഡ് കിട്ടും. കാര്യം ടൈം ഫ്രെയിം 1 hour ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇത് സ്മാർട്ട് മണി കൺസെപ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് നോക്കാവുന്നതാണ്. സ്മാർട്ട് മണി കൺസെപ്റ്റ് ബൈ ലെക്സ് ആൽഗോ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ പ്രത്യേകിച്ച് വരയ്ക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇതൊരു 100% ആക്യുറേറ്റ് ഇൻഡിക്കേറ്റർ ഒന്നും അല്ല. ഞാനിതൊരു ട്രയൽ ബേസ് മാത്രമേ നോക്കാറുള്ളൂ. ചില കേസിൽ ഞാനിത് വെച്ച് ട്രേഡ് എടുക്കാറുമില്ല. ഞാൻ എൻ്റെതായ ഓൺ സ്ട്രാറ്റജി തന്നെ ഞാൻ ഇപ്പോഴും നോക്കുന്നത്. അതും ഞാൻ ലോങ് മാത്രമേ എടുക്കാറുള്ളൂ. ഈ സ്മാർട്ട് മണി കൺസെപ്റ്റ് വരുമ്പോൾ നമ്മൾ 1 hourലാണ് നോക്കുന്നത്. 1 hour നോക്കിയിട്ടാണ് നമ്മൾ ഇതിന്റെ ലെവൽസ് എല്ലാം മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പൊ ഇതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. CHOC, BDS, ഇക്വിലിബ്രിയം, ഇതിന്റെ ലിക്വിഡിറ്റി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റ് നമ്മുടെ നോർമൽ മെത്തേഡിൽ നമുക്ക് ചെയ്യുമ്പോഴും അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങളെന്ന്. ഈ ഇൻഡിക്കേറ്റർ കിട്ടിയോ? ഇൻഡിക്കേറ്റർ വേണമെങ്കിൽ നോക്കി വെച്ചോ. കിട്ടിയ ഇൻഡിക്കേറ്റർ? ആരും ഇല്ലേ? പോയല്ലേ? കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? കിട്ടി. ഓക്കെ, റെസ്പോണ്ട് ചെയ്യാം. ഞാൻ അറിയുന്ന എങ്ങനെ അല്ലെങ്കിൽ ചില സമയത്ത് ഞാൻ ഗൂഗിൾ മീറ്റ് ഇരിക്കുന്ന ടാബിൽ എന്തെങ്കിലുമൊക്കെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ തന്നെ എക്സിറ്റ് ആയി പോകും. പിന്നെ മണിക്കൂറുകൾ വർത്താനം പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് ഞാൻ എക്സിറ്റ് ആയി പോകുന്നു. അതുകൊണ്ട് പറയുന്ന നിങ്ങൾ റെസ്പോണ്ട്. ഈ ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഈ ഇൻഡിക്കേറ്റർ നിട്ടിട്ട് നിങ്ങൾക്ക് ട്രയൽ സ്മാർട്ട് മണി കൺസെപ്റ്റ്സ് ലെക്സ് ആൽഗോ ഹിസ്റ്റോറിക്കൽ കളേർഡ് എങ്ങനെ എടുക്കുന്നത്? ഹിസ്റ്റോറിക്കൽ കളറാ? അല്ല, സ്മാർട്ട് മണി കൺസെപ്റ്റ് ലെക്സ് ആൽഗോയുടെ കിട്ടി 39268. അത് മതി. പിന്നെ അതിനകത്ത് വേറെ ഹിസ്റ്റോറിക്കൽ കളേർഡ് ഓൾ എന്നും പറഞ്ഞ് കിടക്കുന്നു. അത് അതിനകത്ത് ഓക്കെ അതിന്റെ ടൈറ്റിൽ തന്നെ. അതിനകത്ത് സെറ്റിംഗ്സ് ഒന്നും മാറ്റിയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ എനിക്കും അറിയില്ല ആക്ച്വലി. ബട്ട് സ്റ്റിൽ ഇത് ഒന്ന് സെറ്റ് ചെയ്യാൻ തന്നെ അത്യാവശ്യം ഇത് ലെവൽസ് തരുന്നുണ്ട്. പക്ഷെ ഇത്
ഒറ്റയ്ക്ക് വർക്ക് ചെയ്യത്തുമില്ല സ്മാർട്ട് മണി കൺസെപ്റ്റ്. നമ്മൾ വേറെ ഏതെങ്കിലും നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് RSI ഒക്കെ വെച്ചിട്ട് RSIയുടെ പൊസിഷനോട് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഡൈവേർജൻസ് വെച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ MACD വെച്ചിട്ടോ ഒക്കെ നമുക്ക് കമ്പയർ ചെയ്തിട്ട് നമുക്ക് കൺഫർമേഷൻ എടുക്കാവുന്നതാണ്. ഈ ഒറ്റ ഇൻഡിക്കേറ്റർ കൊണ്ട് നമുക്ക് കൺഫർമേഷൻ ഒന്നും കിട്ടത്തില്ല. ഇത് ഡിഫറെന്റ് ലെവൽസിൽ വരുന്ന നമ്മുടെ ട്രെൻഡ് ബ്രേക്ക്ഔട്ടും ട്രെൻഡ് ചേഞ്ചസും പിന്നെ ലിക്വിഡിറ്റി ഏരിയാസും ഒക്കെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇതിനകത്ത് ഈ CHO CS EQH അല്ല നമ്മൾ പറയും. അപ്പം അതാണ് സ്മാർട്ട് മണിയെ കുറിച്ച് ഉള്ള ഒരു ഓവർവ്യൂ. നിങ്ങൾ ജസ്റ്റ് ട്രയലിന് വേണ്ടി നോക്കുക. നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആവുകയാണെങ്കിൽ മാത്രം ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ജസ്റ്റ് പ്രാക്ടീസിന് വേണ്ടി മാത്രം നോക്കിയാൽ മതി. ഓക്കെ. സ്മാർട്ട് മണി കൺസെപ്റ്റ് ആരാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് സ്മാർട്ട് മണി കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതൊരു പ്രോഗ്രാംഡ് ഇത് ലെവൽസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് അല്ലാതെ മാനുവലായിട്ട് ആരും ചെയ്യുന്നതല്ല. ഇതെല്ലാം ഓൾറെഡി പ്രോഗ്രാം ചെയ്തു വെച്ചേക്കുന്ന, ലാസ്റ്റ് ടൈം ഞാനും ഡോക്ടർ ഡിസ്കസ് ചെയ്തായിരുന്നു അതിന്റെ പ്രോഗ്രാം ചെയ്തു വെച്ചേക്കുന്നതിന്റെ രീതികളൊക്കെ. അപ്പൊ അത് പറഞ്ഞത് ഇതെല്ലാം ഒരു പ്രോഗ്രാം ബേസ് ചെയ്തിട്ടാണ് ട്രേഡുകൾ എക്സിക്യൂട്ട് ആവുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ ഹ്യൂജ് ഓർഡേഴ്സ് ആണ്. ഹ്യൂജ് ഓർഡേഴ്സ് ഒന്നും ഒരാൾ മാനുവലി ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല. അവർ ഉപയോഗിക്കുന്ന സിസ്റ്റംസ് എല്ലാം ഡിഫറെന്റ്. അവർ ഓരോ ലെവൽസിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ബൈ ഇത് ഇന്ന ലെവലിൽ വരുവാണെങ്കിൽ ബൈ ആവും. അപ്പൊ അത് ഓട്ടോമാറ്റിക് അത് എക്സിക്യൂട്ട് ആവും. പിന്നെ അവരുടെ സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ കമ്പ്യൂട്ടർ വെരി ഫാസ്റ്റ് ആയിരിക്കും. അപ്പം അവര് വേണമെങ്കിൽ പോയി 3 പോയിന്റ് എടുത്തിട്ട് വരുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ 1 പോയിന്റ് ആയിരിക്കും അവിടെ കിട്ടുന്നത്. അപ്പോഴത്തേക്ക് അവർ തിരിച്ച് പ്രോഫിറ്റ് എടുത്തിട്ട് തിരിച്ചിറങ്ങും. അതാണ് ചില സമയത്ത് അടിച്ച് മേലോട്ട് പോയി കളയുന്നത്. ഇന്നൊക്കെ തന്നെ വീണതൊക്കെ കണ്ടില്ല, ഒറ്റയടിക്ക് താഴോട്ട് വീണു, അവിടുന്ന് നേരെ തിരിച്ച് ഉടനെ തന്നെ ബൗൺസ് ബാക്ക് ചെയ്ത് പോയത്. അതൊക്കെ കൺസെപ്റ്റ് നമ്മളിവിടെ ഇപ്പം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന്. അപ്പം ഇത് എടുക്കുന്നത് കൊണ്ടുള്ള ഗുണം, ഇത് മെയിൻലി ഇൻവെസ്റ്റേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ് ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത് സ്മാർട്ട് മണി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ കളക്റ്റീവ്ലി ആക്ഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് മെയ്ഡ് ബൈ institutional investors, hedge fund, other professional investors are who consider to have a significant expert and resources. ഇത് കുറച്ച് ഇതിനകത്ത് ഇൻഡെപ്ത് നോളജ് ഉള്ളവരും ഇതിനെക്കുറിച്ച് പ്രാക്ടീസ് എക്സ്പീരിയൻസ് ഉള്ളവരും ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ. നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് എടുക്കാൻ പറ്റൂ. ഇത് അങ്ങനെ ആരും റിവീൽ ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്ക് ഒന്നും അല്ല. അത് ബേസിക്കലി എനിക്ക് തോന്നുന്നത് പ്രോഗ്രാം വെച്ചിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ കണക്കല്ല ട്രേഡ് ചെയ്യുന്നത്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു ഹ്യൂജ് ബിസിനസ് ആണ്, ബിസിനസ് ഇൻകം ആണ്. അപ്പൊ അവരെല്ലാം ഇൻഡെപ്ത് സ്റ്റഡി ചെയ്തിട്ടാണ്. സ്മാർട്ട് മണി കൺസെപ്റ്റ് ഇൻവെസ്റ്റേഴ്സ് typically base their investment decision on depth research and analysis, insight into market trends, company fundamentals and macro economics factors. അപ്പൊ ഇതെല്ലാം ഒരു സ്റ്റഡി ചെയ്തിട്ടാണ് അവരൊരു പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത്. ഒരു ബൈ ലെവൽ അല്ലെങ്കിൽ ഒരു സെൽ ലെവൽ അവർ ഡിസൈഡ് ചെയ്യുന്ന പല ഫാക്ടേഴ്സും അവർ അനാലിസിസ് ചെയ്തിട്ടാണ്. അതിപ്പം നമുക്ക് അറിയണമെന്നില്ല ഏതൊക്കെ രീതിയിലാണ് അവർ കമ്പനി അനലൈസ് ചെയ്യുന്നത്. ചിലപ്പോൾ അവർ വർഷങ്ങളായിട്ട് മോണിറ്റർ ചെയ്യുന്ന കമ്പനി ആയിരിക്കും. അവരതിന്റെ എല്ലാ A to Z അവർ അതിനെക്കുറിച്ച് നോളജ് ഒക്കെ ഉണ്ടായിരിക്കും. അവര് ആ ഒരു അപ്കമിങ് ഗവൺമെന്റ് ഏതാണ് പ്രഖ്യാപനങ്ങൾ, ഇപ്പൊ ഗവൺമെന്റ് എന്തെങ്കിലും പുതിയ ഡിക്ലറേഷൻസ് നടത്താൻ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. അത് വെച്ചിട്ട് തന്നെ അവർ അനലൈസ് ചെയ്തിട്ട് ആ ലെവൽസ് അവർ ഡിസൈഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. ലോങ് ടേം പ്രോസ്പെക്റ്റീവ്, while they engage into short term trading for a tactical reason, smart money investors often take a long view of the investment, focusing on the fundamental value and growth potential of the companies. ഇപ്പൊ ചില സമയത്തൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും ഹോപ്പ്ഫുൾ അല്ലാത്ത കമ്പനിയിലൊക്കെ FI നമ്മൾ പറയാം ചിലപ്പോൾ ലോസ് ഒക്കെ മേക്ക് ചെയ്യുന്ന കമ്പനിയൊക്കെ ആയിരിക്കും. പക്ഷെ അതിനകത്തൊക്കെ FISന്റെ ഒരു കോൺട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല പെർസെൻറ്റേജ് കാണും. 5%, 6% ഒക്കെ FIs ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഒരു നല്ലൊരു സ്റ്റോക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു കണ്ടിന്യൂസ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ FISന്റെ പ്രസൻസേ കാണത്തില്ല. ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ നോക്കി വാരി, അദാനി പവർ ഇങ്ങനെയൊക്കെ ഉള്ള സ്റ്റോക്കിനകത്തൊന്നും FISന്റെ പ്രസൻസേ ഇല്ല.
പക്ഷെ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വേറെ ഭയങ്കര ലോസിൽ കിടക്കുന്ന ചില സ്റ്റോക്കുകളൊക്കെ ഉണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ FAS 3%, 4% ഒക്കെ ഉണ്ടാവും. അവർ ക്വാർട്ടറിൽ കൂട്ടിക്കൊണ്ട് പോകുന്നത് കാണാം. അപ്പൊ അതെന്ന് പറഞ്ഞാൽ അവർ ആ ഒരു കമ്പനിയെ കുറിച്ച് നല്ലതായിട്ട് പഠിച്ചിട്ടായിരിക്കും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഇനിയിപ്പോൾ ഉള്ള ബൂമിങ് സെക്ടേഴ്സ് ഒക്കെ നമുക്ക് വരുവാണെങ്കിൽ അതിനകത്തുള്ള കമ്പനികളൊക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സെമി കണ്ടക്ടറോ ഹൈഡ്രജനോ മറ്റേ ലിക്വിഡ് ഹൈഡ്രജനോ പിന്നെ വേറെ ഉണ്ടല്ലോ എഥനോള്, സോളാറ്, ഇങ്ങനെയൊക്കെയുള്ള റിന്യൂവബിൾ എനർജീസ്, ഇങ്ങനെയൊക്കെയുള്ള അപ്കമിങ് ടെക്നോളജി വരുന്ന കമ്പനീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള സ്മോൾ ക്യാപ് കമ്പനികളിൽ നമ്മൾ നല്ലതായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ FISന്റെ ഒരു പ്രസൻസ് കാണുന്നുണ്ടെങ്കിൽ അവരെ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോടെ ഫണ്ടമെന്റൽ അനലൈസ് നടത്തുന്നതിന്റെ കൂടെ ചെയ്യുന്നത് നന്നായിരിക്കും. കോൺട്രെയിൻ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് മണി ഇൻവെസ്റ്റേഴ്സ് സംടൈംസ് ടേക്ക് എ കോൺട്രെയിൻ പൊസിഷൻസ്, മീനിങ് ദാറ്റ് they invest assets or markets they are currently unpopular, undervalued, anticipating the future turnaround or correction. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത, അത് ഞാനും ചിലപ്പോഴേ കണ്ടിട്ടുണ്ട്, വിശ്വസിക്കാൻ പറ്റാത്ത സെക്ടറിലൊക്കെ ഹ്യൂജ് ഹോൾഡിംഗ് ഉണ്ടാവും. നമ്മള് ചില സമയത്ത് നമ്മൾ പേടിച്ച് നമ്മൾ അതിനകത്ത് എൻട്രി എടുക്കത്തില്ല. കാരണം വെച്ചാൽ അവര് ചെറിയ പൈസയിൽ അവർ എൻട്രി എടുത്തിട്ടുള്ളതാണ്. ഇപ്പൊ ഒരു സ്റ്റോക്ക് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിപ്പോ 50 രൂപ എന്ന് വെച്ചോ. FIS ചിലപ്പോൾ 2 രൂപ 3 രൂപയ്ക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എൻട്രി എടുത്തുള്ള അവർ 20% ഒക്കെ അതിനകത്ത് ഹോൾഡിംഗ്, അല്ലെ 15% ഒക്കെ ഹോൾഡിംഗ് ഉണ്ടെന്ന് വെച്ചു. FIS നമ്മൾ അതിനകത്ത് എടുക്കാൻ കുറച്ച് പേടിക്കും. കാരണം പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറവാണെങ്കിൽ, FIS ഹോൾഡിംഗ് കൂടുതലാണെങ്കിൽ, കാരണം വെച്ചാൽ അവർ ഓൾറെഡി നേരത്തെ കയറിയാണെങ്കിൽ അവരവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ അവർക്ക് എക്സിറ്റ് ആവും. അവർ എക്സിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഇത് സഡൻ ഈ പ്രൊമോട്ടേഴ്സിന് ഇൻഫ്ലുവൻസ് കുറവായത് കാരണം ഇത് സഡൻ ആയിട്ട് ഫോൾ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ നോക്കും. പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ് 50-60% ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഓണേഴ്സ് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിന് ആ കമ്പനിയിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം വെച്ചാൽ കമ്പനിയുടെ ഗ്രോത്തിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം അവരുടെ 60% അവരുടെ ഇരിക്കുന്ന ഷെയർ പ്രൊട്ടക്ട് ചെയ്യാൻ അവർ എന്തായാലും നോക്കും. അപ്പൊ അതിന്റെ വാല്യൂ ഗ്രോ ചെയ്താലേ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് വലുതാവണമല്ലോ. അപ്പൊ അവരുടെ ഷെയർസ്, മേജർ ഷെയർസ് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, 60-70% ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതൊരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, നമുക്ക് അധികം ഇമ്പാക്ട് വരത്തില്ല. ചില സമയത്ത് നമുക്ക് കഴിഞ്ഞാൽ 80%, 90%, ചിലപ്പോൾ 100% ഒക്കെ പ്രൊമോട്ടർ ഹോൾഡിങ് വിറ്റ് ഒഴിവാക്കിയത് കാണും. എന്ന് വെച്ചാൽ പബ്ലിക് ഹോൾഡിംഗിലേക്ക് മാറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ അവർ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള കമ്പനിയിൽ കുറച്ച് റിസ്ക് കൂടുതലാണ്. എന്ന് വെച്ചാൽ അവർക്ക് മാനേജ്മെന്റിന് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല. അവർ 100% അല്ലെങ്കിൽ 80%, 90% ഷെയർസ് വിറ്റഴിച്ചിട്ട് അവർ പബ്ലിക് ഹോൾഡിംഗ് കൊടുത്തേക്കുവാണ്. അപ്പം കമ്പനിക്കുള്ള അവർക്കുള്ള ഇൻഫ്ലുവൻസ്, അല്ലെ അവർക്കുള്ള റെസ്പോൺസിബിലിറ്റി വളരെ കുറവാണ്. പിന്നെ റിസ്ക് മാനേജ്മെന്റ്. സ്മാർട്ട് മണി ഇൻവെസ്റ്റേഴ്സ് യൂഷ്വലി എംപ്ലോയ് റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ടു പ്രൊട്ടക്ട് ദയർ ക്യാപിറ്റൽ. അത് നമ്മൾ മാത്രമേ ഉള്ളൂ ചെയ്യാത്തത്, അവരൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദേ മേ ഇൻക്ലൂഡ് ഡൈവേഴ്സിഫിക്കേഷൻ, ഹെഡ്ജിങ്, കെയർഫുൾ അസറ്റ് അലോക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ ഞാൻ യൂഷ്വലി സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ യൂഷ്വലി പറയാറുണ്ട്, ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. നമ്മൾ ഒരു സ്റ്റോക്കിൽ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിന്റെ 10% കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അഥവാ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ 4 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 25,000-30,000 മാത്രമേ ഒരു സ്റ്റോക്കിൽ, 25-30% ആകുമ്പോൾ 1 ലക്ഷം രൂപയുടെ 30% ആവും. ഞാൻ പറഞ്ഞ നമ്മൾ യൂഷ്വലി അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു തമ്പ് റൂൾ എന്ന് പറയുന്നത് 10% റിസ്ക് എക്സ്പോഷർ മാത്രമേ നമ്മൾ കൊടുക്കാവൂ സിൻ ട്രേഡിങ്ങിൽ. ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഒരു 30%, ഞാൻ ഈ പറഞ്ഞ 30,000 ഷെയർ വാങ്ങാം. 30,000 റുപ്പീസിന്റെ ഷെയർ ഇക്വലന്റ് ആയിട്ട് നമുക്ക് വാങ്ങാം മാക്സിമം. അതുപോലെ തന്നെ നമ്മളത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കൃത്യം സ്റ്റോപ്പ് ലോസ് വരുമ്പോൾ ഇനിയും വെയിറ്റ് ചെയ്യാതെ, ഇനിയും താഴോട്ട് പോവില്ല, തിരിച്ചു പോകുന്ന വെയിറ്റ് ചെയ്യാതെ അന്നേരം സ്റ്റോപ്പ് ലോസ് തന്നെ റെസ്പെക്ട് ചെയ്ത് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് അത് എപ്പോൾ റിവേഴ്സൽ ആവുന്നു, റിവേഴ്സ് ഇൻഡിക്കേഷൻസ് കാണിച്ചു തുടങ്ങുന്നു തോന്നുമ്പോൾ നമ്മൾ തിരിച്ചു കയറിയാൽ മതി. അപ്പൊ നമുക്ക് ആ ലോസ് റിക്കവർ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലോസ് കൂടി വരത്തേ ഉള്ളൂ. അപ്പൊ സിംഗിളും നമ്മൾ സ്റ്റോപ്പ് ലോസ് മാനിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ട്രേഡ് ചെയ്യുന്നവർക്കെല്ലാം, ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്കെല്ലാം അറിയാം, 3000 രൂപ സ്റ്റോപ്പ് ലോസ് കളയാൻ മേലെ നമ്മൾ പിടിച്ചു വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ
അത് അവസാനം 27,000-30,000 രൂപ കൊണ്ടുവന്നിട്ട് ക്ലോസ് ചെയ്യേണ്ടി വരും ലോസിൽ. അപ്പൊ നമ്മുടെ ബാച്ചിൽ തന്നെ ഇപ്പോഴ് ആൾക്കാർക്ക് 1-2 പേർക്ക് പറ്റിയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 3,000 രൂപ സ്റ്റോപ്പ് ലോസ് കളയാൻ നമുക്ക് മനസ്സില്ലാത്തത് കൊണ്ട് അത് പോയി. സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് നല്ലതാന്നേ പറയത്തുള്ളൂ. സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നന്നേ വെയിറ്റ് ചെയ്യും, ആ സ്റ്റോക്ക് താഴെ പോകും. താഴെ പോയിട്ട് അവിടുന്ന് തിരിച്ച് റിക്കവറി വരും. റിക്കവറി വരുമ്പോൾ നമ്മൾ പറഞ്ഞാണ് ഷോർട്ട് കവറിങ് വരും. ഷോർട്ട് കവറിങ് വരുമ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങത്തില്ല. അത് നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ആ 3,000 രൂപ കളഞ്ഞാലും കുറച്ചുകൂടി താഴെ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റും കുറയും. പക്ഷെ അവിടുന്ന് ഈ 3,000 രൂപ പെട്ടെന്ന് തന്നെ കവർ ചെയ്യുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് പിന്നെ പ്രോഫിറ്റ് പോവുകയും ചെയ്യും. അപ്പം സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് നല്ലതാണ്. പിന്നെ എല്ലാ സ്റ്റോക്കും നമ്മളിപ്പം ടാർഗറ്റ് അടിക്കണം നിർബന്ധമൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മൾ അമാനുഷികരൊന്നുമല്ല. ഇതിനകത്ത് ഒരു പോയിന്റ് പോലും അനക്കാൻ ആർക്കും പറ്റില്ല. ഇപ്പൊ ഞാൻ സ്റ്റോപ്പ് ലോസ് ഇടാത്തവരോട് എനിക്ക് അതേ പറയാനുള്ളൂ. ഇപ്പൊ ഞാനൊരു കോള് തന്നിട്ട് എടുത്തു കഴിഞ്ഞാല് അത് സ്റ്റോപ്പ് ലോസ് അടിച്ചെന്ന് വെച്ചോ, പക്ഷെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇടാതെ ഹോൾഡ് ചെയ്തിട്ട് എന്നോട് സ്റ്റോപ്പ് ലോസ് ഇട്ടില്ല, ഇത് ഹോൾഡിലാണ്, ഇത് കയറുമെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് ഒരു പോയിന്റ് പോലും എന്നെ കൊണ്ട് അനക്കാൻ പറ്റത്തില്ല. അതിനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല. അപ്പൊ എന്റെ ഹ്യൂജ് മണി ഉണ്ടെങ്കിൽ ഓക്കെ, മണി പമ്പ് ചെയ്തിട്ടെങ്കിലും ഞാൻ ആ സ്റ്റോക്ക് തിരിച്ച് കയറ്റി തരാം. പക്ഷെ എന്നെ കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റോപ്പ് ലോസ് റെസ്പെക്ട് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് മാൻഡേറ്ററി ആണ് പ്രോഫിറ്റിന്റെ കൂടെ. അപ്പം നിങ്ങൾക്ക് ഇന്ന് 3,000 സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ അവിടെ നിർത്തിക്കോ. ആ സ്റ്റോക്ക് എപ്പോ നല്ല ബോട്ടത്തിൽ കിട്ടുന്ന അപ്പൊ വാങ്ങുക, അല്ലെങ്കിൽ അടുത്ത ദിവസം വേറെ സ്റ്റോക്കിൽ നോക്കുക. ഇപ്പൊ പോകുമ്പോൾ 3,000 പോകത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആയി പോയി. ഇപ്പൊ ഇന്നലത്തെ സിറ്റുവേഷൻ ഒക്കെ ഇന്നൊക്കെ കണ്ടില്ലേ, രാവിലെ ഒന്ന് റിക്കവറി കാണിച്ചു, ഉടനെ അടുത്ത അടിച്ച് താഴെ കൊണ്ടുപോയി. ഇപ്പം ഹോൾഡ് ചെയ്തിട്ടുള്ളവർക്കെല്ലാം ഇപ്പൊ ലോസ് ആയി കാണും. അപ്പൊ അതാണ് ഇഷ്യൂസ്. ഡോക്ടർ എന്താ ഇന്നത്തെ ഇടിയാനുള്ള കാരണം വല്ലതും കിട്ടിയ? സോ അതുപോലെ തന്നെ മാർക്കറ്റ് ഇൻഫ്ലുവൻസ്. ഡ്യൂ ടു ദെയർ സിഗ്നിഫിക്കന്റ് ഫൈനാൻഷ്യൽ റിസോഴ്സ്, സ്മാർട്ട് മണി ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഹാവ് എ സബ്സ്റ്റാൻഷ്യൽ ഇമ്പാക്ട് ഓൺ ദ മൂവ്മെന്റ്. Their buying, selling activities influence asset prices and market sentiment. ഇതിപ്പോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞേ ഉള്ളൂ. പക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ഹ്യൂജ് ഫൈനാൻഷ്യൽ റിസോഴ്സ് ഉപയോഗിച്ചിട്ട് മാർക്കറ്റിൽ മൂവ്മെന്റുകൾ ഉണ്ടാക്കാൻ അവരെ കൊണ്ട് പറ്റും. അവരെടുത്തിരിക്കുന്ന സ്റ്റോക്കിന്റെ പ്രൈസ് കൂട്ടണമെങ്കിൽ അവരതിലേക്ക് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൂട്ടാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ അവര് മിക്ക സ്റ്റോക്ക് പെന്നി സ്റ്റോക്ക് ഒക്കെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്മാൾ ക്യാപ്പോ മിഡ് ക്യാപ്പോ എടുക്കുകയാണെങ്കിൽ അതിന്റെ മാർക്കറ്റ് ക്യാപ്പിനേക്കാൾ വലുതായിരിക്കും അവരുടെ കയ്യിലിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു എമൗണ്ട് ഡൈവേഴ്സ് ചെയ്താൽ തന്നെ അവർക്കത് പ്രോഫിറ്റ് ഇറങ്ങാം. ബാക്കി നമ്മുടെ ആൾക്കാർ ഇത് മൂവ് ചെയ്യുന്ന കണ്ട് നമ്മുടെ ആൾക്കാരോട് ചാടിക്കയറി അതിനകത്ത് കയറുമ്പോഴത്തേക്ക് അവര് ആ ഒരു മൊമെന്റം നല്ലതായിട്ട് അവർക്ക് കിട്ടും. ആ മൊമെന്റത്തിൽ അവര് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് അവരുടെ ലോസിന് അവർ എക്സ്കേപ്പ് ആയി പോകും. അവര് ലോസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി അവർക്ക് വളരെ കുറവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഹ്യൂജ് ആയതുകൊണ്ട് അതിനകത്ത് ചെറിയൊരു ഡിഫറൻസ് വന്നാൽ പോലും അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മളെ കൊണ്ട് ഒന്നും പറ്റത്തില്ല. Access information. Smart money investors can often access exclusive proprietary information, advanced research tools, and expert insights, giving them edge identifying the investment opportunities and assessing the risk. യൂഷ്വലി ഇൻവെസ്റ്റേഴ്സിന്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിന് സ്റ്റോക്കിന്റെ ഇൻസൈഡ് ഇൻഫർമേഷൻസ് ഇയർലി കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു കമ്പനി പ്രോഫിറ്റ് ആണെന്ന് അറിയണമെങ്കിൽ ആ കമ്പനിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നവരെ ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. അതിന് 2 മാസം മുന്നേ തന്നെ അതിന്റെ റിസൾട്ട് എന്താണ്, അതിന്റെ സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഈ ഏപ്രിൽ പബ്ലിഷ് ചെയ്യുന്നതൊക്കെ ഒരു മാർച്ച് 15 ഒക്കെ ആകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു മാർച്ച് 10 ഒക്കെ ആകുമ്പോൾ തന്നെ കമ്പനികൾ അക്കൗണ്ട് ഫോർകാസ്റ്റ് ചെയ്തിട്ട് ബാക്കി മാർച്ച് 30 വരെയുള്ള വരുമാനം ഫോർകാസ്റ്റ് ചെയ്തിട്ട് അവര് അത് ഫ്രീസ് ചെയ്തിട്ട് അവര് ഓഡിറ്റിംഗ് ആരംഭിക്കും. മാർച്ച് 30-നെങ്കിലും ഓഡിറ്റ് ആരംഭിച്ചാലേ അവർക്ക് ഏപ്രിൽ 10-ാം തീയതിക്കകം റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരു മാർച്ച് 15 ആകുമ്പോഴത്തേക്ക് അവരുടെ ആക്ടിവിറ്റിയിൽ വരാൻ എക്സ്പെക്ടഡ് ഇൻകം ഒക്കെ ഫോർകാസ്റ്റ് ചെയ്ത് ആഡ് ചെയ്തിട്ട്
അവരവിടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെന്റുകളൊക്കെ അവർ അടുത്ത ക്വാർട്ടറിലേക്ക് തള്ളി വെക്കും. അപ്പൊ അവര് അവരുടെ സൈഡ് ഒരു മാസം മുന്നേ എങ്കിലും ക്ലിയർ ചെയ്യും, ഒരു 15-20 ദിവസം മുന്നേ. അപ്പം ആ റിസൾട്ടുകളൊക്കെ നേരത്തെ എല്ലാവർക്കും അറിയാൻ പറ്റും, ആ കമ്പനിയുടെ പെർഫോമൻസ്. ഇപ്പൊ നിങ്ങളവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അറിയാൻ പറ്റും. നിങ്ങളുടെ അക്കൗണ്ടന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അറിയാൻ പറ്റും. നിങ്ങൾ ഓഡിറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അറിയാൻ പറ്റും. നിങ്ങൾ ഓഡിറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ചെയ്യുന്ന ഒരു കമ്പനിയുടെ പെർഫോമൻസ്. അതുപോലെ അതിന്റെ മാനേജ്മെന്റിന് അറിയാം, അങ്ങനെ ഒരുപാട് പേർക്ക് അറിയാം ഇത്. പിന്നെ അതിന്റെ പ്രൊമോട്ടേഴ്സിന് അറിയാം, അതിന്റെ ഏതാണ് ഡയറക്ടേഴ്സിന് അറിയാം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്. അപ്പൊ ഇത് അത്ര സീക്രട്ട് ഒന്നുമല്ല. ഈ ഇൻഫർമേഷൻസ് ഒക്കെ നേർലി ആക്സസ് ഉണ്ടാവും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്. അവർക്കറിയാം ഏത് കമ്പനിയാണ് പെർഫോം ചെയ്യുന്നത്, അവർക്ക് ഓർഡർ കിട്ടും. നമ്മളെ പോലെ ഒന്നും അല്ല. നമ്മൾ ഇന്നൊരു കമ്പനി നോക്കും, നാളെ വേറെ കമ്പനി നോക്കും. അങ്ങനെ നമ്മൾ 5000 കമ്പനികൾ നമ്മൾ ഓടി നടന്നു നോക്കും. പക്ഷെ അവരൊരു കമ്പനി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡേ ടു ഡേ ബേസിസിൽ ആ കമ്പനിയോടാണ് ഓരോ മൂവ്മെന്റ് നോക്കും. ആ കമ്പനിക്ക് എന്തെങ്കിലും പെനാൽറ്റി വരുന്നുണ്ടോ, ആ കമ്പനിക്ക് എന്തെങ്കിലും പുതിയ കോൺട്രാക്ട് കിട്ടുന്നുണ്ടോ, ആ കോൺട്രാക്ടിന്റെ ഡ്യൂറേഷൻ എത്രയാണ്, അതിന്റെ എക്സ്പെക്ടഡ് പ്രോഫിറ്റ് എത്രയാണ്, അതുപോലെ സിമിലർ പ്രോജക്റ്റ് അവർ ചെയ്തിട്ടുണ്ടോ, അവരുടെ കോമ്പറ്റീവൻ ആ നമുക്കൊരു ഓർഡർ കിട്ടിയെന്ന് വെച്ചോ, നമ്മൾ ആരും ചിന്തിക്കാത്തൊരു കാര്യം, ആ കമ്പനിക്ക് ഓർഡർ കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ ആ ഓർഡർ കിട്ടിയത് എന്തുകൊണ്ടായിരിക്കും അവർക്ക് കിട്ടിയത്? അവര് L1 ആയിരിക്കും, L1 ലോവസ്റ്റ് 1 ആയതുകൊണ്ടായിരിക്കും അവർക്ക് ഓർഡർ കിട്ടിയത്. പക്ഷെ ലോവസ്റ്റ് 1 ആകുമ്പോൾ നമ്മൾ ഓക്കെ, അവർക്ക് ഓർഡർ കിട്ടി, അവർക്ക് ഇത്ര ബില്യന്റെ ഓർഡർ കിട്ടിയെന്ന് സന്തോഷിക്കും. പക്ഷെ റിയലി ഡാറ്റ അനാലിസിസ് ചെയ്യുന്ന ഒരാൾ എന്താ ചെയ്യുന്നത് അറിയോ? അവർക്ക് L1 കിട്ടിയെങ്കിൽ L2 ആരായിരുന്നു, L2ന്റെ പ്രൈസ് എത്രയാണ്, അവർക്ക് 1000 കോടിക്ക് ഒരു ഓർഡർ കിട്ടി. അപ്പം L2 എത്ര ആണെന്ന് അന്വേഷിക്കും. L2 എത്രയാണെന്ന് അന്വേഷിച്ചപ്പോ L2 1100 അല്ലെങ്കിൽ 1050 അല്ലെ 1010 അങ്ങനെ ചെറിയ ഡിഫറൻസ് ഉള്ളെങ്കിൽ ഇവരുടെ ഓർഡർ കിട്ടിയത് വർത്താണ്. കമ്പനി ആ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്താൽ പ്രോഫിറ്റിൽ ഇറങ്ങാം. പക്ഷെ 1000 അവർക്ക് ഓർഡർ കിട്ടി, L2 അതിന് തൊട്ട് മുന്നത്തെ ഹയർ ബിഡ് എന്ന് പറയുന്നത് 2000 ആണെങ്കിൽ 1000 കോടി ഡിഫറൻസ് അവർക്ക് ഉണ്ടെങ്കിൽ അവർ അണ്ടർകോട്ട് ചെയ്തെടുത്താണ് ഈ പ്രോജക്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി തകരാൻ തന്നെ പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ? നമ്മളൊരു കമ്പനിക്ക് ഓർഡർ കിട്ടുമ്പോഴേ ന്യൂസ് വന്നത് ചാടിക്കേറി സ്റ്റോക്ക് എടുക്കും. കമ്പനി അത് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് കമ്പനിയിൽ അടുത്ത ക്വാർട്ടറിൽ ലോസ് വരും, ആഴ്ച താഴെ പോകും, കമ്പനി ഫുൾ ലോസിലേക്ക് പോകും. അതിന്റെയൊക്കെ എക്സാമ്പിൾ ആണ് സുസ്ലോണും പിന്നെ വേറെ ഏതുണ്ട്, കുറെ പെന്നി സ്റ്റോക്കുകളുണ്ടല്ലോ. ഇപ്പം ഹയർ വാല്യൂ 1000 1200 താഴോട്ട് വന്ന സ്റ്റോക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതുപോലെ സംഭവിക്കുന്നതാണ്. അണ്ടർ കോട്ട് ചെയ്തിട്ട് ജോബ് എടുത്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ലോസ് വരുന്ന കാരണം ലോസ് അക്യുമുലേറ്റ് ചെയ്തിട്ട് സ്റ്റോക്കിന്റെ വാല്യൂ തന്നെ ഇല്ലാതായി മാറും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പനിക്ക് ഓർഡർ കിട്ടിയെന്ന് പറയുമ്പോൾ ഓർഡർ കിട്ടിയെന്ന് മാത്രമേ അവർ പബ്ലിഷ് ചെയ്യുന്നുള്ളൂ. പക്ഷെ അവരതിന്റെ ഡീറ്റെയിൽ ഇൻഫർമേഷൻ, അതിന്റെ L2 ആരാണ്, L3 ആരാണ്, എത്ര വർഷത്തെ ജോബാണ്, ഇതിന് പെനാൽറ്റി വന്നാൽ എത്ര ഉണ്ട്, ഇതിന് റിസ്ക് ഫാക്ടർ എത്ര ഉണ്ട്. ഇപ്പൊ ജോബ് ഇപ്പോൾ ഓൺ ടൈമിൽ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് പെനാൽറ്റി വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ 10% ആണോ 20% ആണോ പെനാൽറ്റി, ആ റിസ്ക് ഫാക്ടർ ഒക്കെ നോക്കിയാണ് അവരുടെ പ്രോഫിറ്റ് മാർജിൻ എത്ര ഉണ്ട്, അപ്പോൾ 10% ആണ് 20% ആണ് പ്രോഫിറ്റ് മാർജിൻ, ഇതൊക്കെ നോക്കിയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യമാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, നമുക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കുറച്ചുകൂടെ സെൻസ് ഉപയോഗിച്ച് സ്റ്റോക്ക് സെലക്ട് ചെയ്യാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തുണ്ട്, ആരും ഒന്നും മിണ്ടുന്നില്ല? ഓക്കെ ആണോ? ഓക്കെയാണ് കേട്ടോണ്ടിരിക്കുക. ഓക്കെ, കേട്ടോണ്ടിരിക്കാനേ പറ്റും നമ്മളെ കൊണ്ട്. അപ്പൊ ഇതിനകത്തുള്ള 1-2 ടെർമിനോളജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി. സ്മാർട്ട് മണി കൺസെപ്റ്റിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ് ലിക്വിഡിറ്റി. പിന്നെ ഒരെണ്ണമാണ് BOS അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, നമ്മൾ കണ്ടതാണ്. പിന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, CHOC, ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നാണ് CHOC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഉള്ളത് ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ FVG എന്ന് പറയും. അപ്പൊ ഈ 4 വേർഡും പിന്നെ 1-2 ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ടെർമിനോളജീസ്. ഇത് ആൽഫ ഇസ് എ കോൺടെസ്റ്റ് ഓഫ് ഇൻവെസ്റ്റിംഗ്. ആൽഫ റെപ്രസെന്റ്സ് എക്സസ് റിട്ടേൺ ഓഫ് ആൻ ഇൻവെസ്റ്റ്മെന്റ് related to the benchmark index or the broader market index. Smart money investors aim to generate positive alpha by selecting investment, implementing strategies that outperform the market on their chosen benchmark.
ഇപ്പൊ ഈ ആൽഫ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് നിഫ്റ്റിയിൽ ഒരു സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ കമ്പയർ ചെയ്യുന്ന നിഫ്റ്റിയുടെ ഒരു വർഷത്തെ പെർഫോമൻസിന്റെ എഗനസ്റ്റ് ഈ സ്റ്റോക്കിന്റെ പെർഫോമൻസ് എത്ര ആണെന്നാണ്. അപ്പൊ അതൊരു ബെഞ്ച് മാർക്ക് ആയിരിക്കും. നിഫ്റ്റി ഇപ്പൊ 5% കൂടിയിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് 5% ആണോ 10% ആണോ നോക്കുന്നത്. ആ ഒരു ബെഞ്ച് മാർക്ക് ഡിസൈഡ് ചെയ്യുന്ന ലെറ്ററിനെയാണ് ആൽഫ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മിക്ക സ്ക്രീനുകളിലും അത് അവൈലബിൾ ആണ്. നിഫ്റ്റിക്ക് കമ്പയർ ചെയ്തിട്ട് പർട്ടിക്കുലർ സ്റ്റോക്കിന്റെ, അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ആണെങ്കിൽ മിഡ് ക്യാപ്പിന് അഗനസ്റ്റ്, മിഡ് ക്യാപ്പിലുള്ള സ്റ്റോക്ക് ആണെങ്കിൽ മിഡ് ക്യാപ്പിന് അഗനസ്റ്റ് അതിന്റെ പെർഫോമൻസ് ലാസ്റ്റ് ക്വാർട്ടറിൽ എങ്ങനെയാണ്, ലാസ്റ്റ് ഇയറിൽ എങ്ങനെയാണ്, അത് ഇൻഡീസസിന് അഗനസ്റ്റ് ഉള്ള കമ്പാരിസൺ നമ്മൾ നോക്കാറുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഇതിപ്പോ കുറച്ച് ക്വാർട്ടർ അല്ലെങ്കിൽ ഒരു 3 years ആയിട്ട് ഇൻഡീസസിന് മുകളിലാണ് പെർഫോം ചെയ്യുന്നത് എങ്കിൽ ആ സ്റ്റോക്ക് നല്ല സ്റ്റോക്കാണ്. അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ ഒരു വർഷമായിട്ട് കണ്ടിന്യൂസ് എല്ലാ മാസവും ത്രീ വീക്സ് ഇട്ട് അങ്ങനെയാണ്, അത് 1 year 6 months, പിന്നെ ക്വാർട്ടർലി, പിന്നെ മന്ത്ലി, വീക്ക്ലി, ഡെയിലി, ഇങ്ങനെ പറഞ്ഞിട്ട് ഫിൽറ്ററിനകത്ത് സ്ക്രീനേഴ്സിനകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും സ്റ്റോക്കിന്റെ പെർഫോമൻസ് എഗനസ്റ്റ് ഇൻഡെക്സ്. അതെല്ലാം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ആ സ്റ്റോക്ക് വീണ്ടും ഗ്രോ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതാണ് ആൽഫ എന്ന് പറയുന്നത്. പക്ഷെ ബീറ്റ എന്ന് പറയുന്ന സാധനം, ബീറ്റ മെഷേഴ്സ് വോളറ്റിലിറ്റി ഓഫ് ദ or the systematic risk of the investment related to the overall market. A beta greater than 1 indicates that investment is more volatile than the market, while the beta is less than 1 suggests the lower volatility. Smart money investors consider beta when assessing the risk profile and potential of their portfolio. ബീറ്റ എന്ന് പറയുന്നത് നമ്മൾ കാണാറുണ്ട് സ്ക്രീനറിനകത്ത്. അപ്പം ബീറ്റ എന്ന് പറയുന്ന വാല്യൂ ഇതിന് തന്നെ ഇൻഡെക്സിന് എഗനസ്റ്റ് അതിന്റെ വോളറ്റിലിറ്റി ആണ്. ഇപ്പൊ ഇൻഡെക്സിന്റെ വോളറ്റിലിറ്റി 10% ആണെങ്കിൽ, അല്ലെ ഇതിന്റെ വോളറ്റിലിറ്റി 20% ആണെങ്കിൽ ഇത് ബീറ്റ കൂടുതലാണ്. ഇപ്പൊ ഇൻഡെക്സിനൊക്കെ കൂടുതലാണെങ്കിൽ അതിനെ മോർ വോളറ്റൈൽ ദാൻ ദ മാർക്കറ്റ് ഇൻഡെക്സ്. അപ്പൊ അതാണ് ബീറ്റ എന്നുള്ള ടെർമിനോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ആൽഫ ബീറ്റ രണ്ടും അവർ കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ബീറ്റ കഴിഞ്ഞ പ്രാവശ്യം ഫണ്ടമെന്റൽ ചെയ്തപ്പോൾ വിട്ടുപോയ ടെർമിനോളജിയാണ്. ബീറ്റ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ബീറ്റ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് ഹൈലി വോളറ്റൈൽ ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈസ് അതിന്റെ പ്രീവിയസ് ലോയിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഹൈയിൽ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ, രണ്ട് ഡയറക്ഷനിലും പോകാം, മേലോട്ടും പോകാം താഴോട്ടും പോകാം, ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതൊരു ഹയർ ഹൈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഇത് ഈ ഹയർ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഇവിടെ ഈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു. എന്ന് വെച്ചാൽ ഇത് അപ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ്. ഇപ്പൊ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു. ഇപ്പൊ ഇത് ഇവിടുന്ന് താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്ന ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നാണ്. അതിപ്പോ നമ്മൾ അടുത്ത പേര് പറയും. അപ്പം ഇവിടെ നമ്മൾ ഈ സ്ട്രക്ചർ ഇപ്പൊ അപ് ട്രെൻഡിലുള്ള ഇവിടം വരെ ഉള്ള പ്രൈസ് ഹയർ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മേലോട്ട് പോയി അടുത്ത ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ബ്രേക്കിംഗ് പോയിന്റിനാണ് നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ഹയർ ലോ വന്നു. ഇതൊരു സിംഗ് ഹൈ സിംഗ് ലോ പാറ്റേണിലാണ് പോകുന്നത്. ഇതൊരു അപ് ട്രെൻഡിൽ പോകുന്ന ഒരു പാറ്റേൺ ആണ് കാണിക്കുന്നത്. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഇത് താഴോട്ട് ബ്രേക്ക് ചെയ്യാതെ, താഴോട്ട് ബ്രേക്ക് ചെയ്ത് ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈസ് പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു ഹയർ ലോ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ലോവർ ലോ അല്ല, ഹയർ ലോ. ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഹയർ ലോയിൽ നിന്ന് വീണ്ടും മേലോട്ട് പോവുകയാണെങ്കിൽ ഈ ഹയർ ഹൈയുടെ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും. അടുത്ത ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ പോകുന്നതിന് ഇത് നമ്മൾ പറയുന്നതാണ് ഏതാണ് സിംഗ് ഹൈ സിംഗ് ഹൈ ഹൈ സിംഗ് ലോ ഹൈ ലോ എന്ന് പറഞ്ഞിട്ട് ഹൈ 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 ലോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് അപ് ട്രെൻഡിലേക്ക് പോകും. ഇനി തിരിച്ച് ഡൗൺ ട്രെൻഡിലേക്കാണെങ്കിൽ ലോവർ ലോ ലോവർ ഹൈ, ലോവർ ലോ ലോവർ ഹൈ, ഇങ്ങനെയാണ്. ഇപ്പൊ ഇതൊരു ലോവർ ആണ്, ഇതിനേക്കാൾ താഴെ വരുവാണെങ്കിൽ ലോവർ ലോ ആയി. ഇപ്പൊ ഇവിടെ ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴോട്ട് പോകുന്ന ഡൗൺ ട്രെൻഡ് ആണ് ഇത് കാണിക്കുന്നത്. അപ്പൊ ഡൗൺ ട്രെൻഡ് വരുമ്പോൾ ഈ ലോവർ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയി. വീണ്ടും ഒരു ലോവർ ഹൈ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ലോവർ ഹൈ ഇത് ബ്രേക്ക് ചെയ്യുന്നില്ല, എന്നിട്ട് വീണ്ടും ലോവർ ലോ ചെയ്ത് ഇപ്പൊ ഓരോ പ്രാവശ്യവും പുതിയൊരു ലോയിലേക്ക് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് അടുത്തൊരു ട്രെൻഡിലേക്ക്, സെയിം ട്രെൻഡിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയാം. ഓക്കെ,
Breakout structure is when the price breaks above or below continuous direction of the trend. Breakout structure down means price goes below the week previous low and downtrend. Okay, same തന്നെയാണ്. ഇത് ക്ലിയർ ആണോ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ? ഇനി നമ്മൾ ക്യാരക്ടർ ഓഫ് ചേഞ്ച് ആണ് നോക്കുന്നത്. CHOC. CHOC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ refers to the much larger shift in the underlying asset trend dynamics. Anyway, this is refers to price move from point where the change of overall trend. ഇത് വേറൊന്നുമല്ല, ട്രെൻഡ് ചേഞ്ച് ആവുന്ന ഏരിയക്കാണ് നമ്മൾ ക്യാരക്ടർ ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പൊ ഡൗൺ ട്രെൻഡ് ആയിരുന്നു, അത് വീണ്ടും അപ് ട്രെൻഡിലേക്ക് മാറാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഈ ഇതിപ്പോ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് അടുത്ത ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ലോവർ ഹൈ ഇവിടെ ഇതിന് താഴെയല്ലേ വരണ്ടത്. ഇതിന് താഴെ വന്നിട്ട് ഇവിടെ ഇതിന് താഴോട്ട് പോകണം. ഇനി ഇതിന് താഴോട്ട് പോയാൽ മാത്രമേ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. ഇത് ലോവർ ലോ ക്രിയേറ്റ് ചെയ്തില്ല, ഇവിടുന്ന് പോയി പ്രീവിയസ് ലോവർ ഹൈ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞപ്പോ എന്താ, അതിന്റെ ട്രെൻഡ് മാറി. ട്രെൻഡ് മാറുമ്പോൾ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നാണ്. ഫ്രം ബെയറിഷ് ടു ബുള്ളിഷ് മൊമെന്റിലേക്ക് മാറി. ഇത് ഡൗൺ ട്രെൻഡ് ആയിരുന്നു, ഡൗൺ ട്രെൻഡിന് ഇവിടെ ഇതിന് താഴോട്ട് പോയാൽ മാത്രമേ ഇനി ഡൗൺ ട്രെൻഡ് എന്ന് പറയാൻ പറ്റൂ. ലോവർ ലോ ക്രിയേറ്റ് ചെയ്യണം. ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഇപ്പൊ ലോവർ ഹൈ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ഹയർ ഹൈയിലേക്ക് മാറി. ഹയറിലേക്ക് മാറുമ്പോൾ ഈ ഒരു ലോവർ ലോ വന്നിട്ട് പ്രീവിയസ് ലോവർ ഹൈയിലെ ബ്രേക്ക് ചെയ്യുന്ന ഈ ഒരു പ്രൈസ് ലെവലാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് ഈ ട്രെൻഡ് ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. ഇതിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇവിടെ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, പക്ഷെ ഇവിടാണ് വന്നിട്ട് ബ്രേക്ക് ചെയ്യുന്നത്. ഈ ഒരു ലെവലിലാണ് ബ്രേക്ക്. ഈ ഒരു ലെവൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വന്നിട്ട് ഈ ഒരു ലെവലിൽ വന്നിട്ട് ഇവിടെ വന്നാൽ മാത്രമേ ഇവിടുന്ന് ട്രെൻഡ് ചേഞ്ച് ചെയ്തെന്ന് നമ്മൾ പറയാൻ പറ്റും. ഇവിടെ ട്രെൻഡ് ചേഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ആണെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മേലോട്ട് കയറി പോവാം. മേലോട്ട് കയറി ലോവർ ഹൈസും ഹയർ ഹൈസും ക്രിയേറ്റ് ചെയ്ത് പോവാം. പക്ഷെ ഇവിടെ വന്നിട്ട് ഇത് ബ്രേക്ക് ചെയ്ത പ്രീവിയസ് ലോവർ ലോ ബ്രേക്ക് ചെയ്ത ലോവർ ഹൈ ഇവിടെ മേലോട്ട് പോകല്ല, ലോവർ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഇവിടുന്ന് വീണ്ടും ട്രെൻഡ് ചേഞ്ച് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു ചേഞ്ച് ഓഫ്. ഇവിടെ വന്നിട്ട് ഇനി ഇവിടെ വന്നിട്ട് ബ്രേക്ക് ഔട്ട് ആയിട്ട് ഇവിടെ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് തിരിച്ചിത് ഈ ലോവർ ഹൈനെ ബ്രേക്ക് ചെയ്ത് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത്, അപ്പൊ ഇവിടെ വീണ്ടും ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു. ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, എന്നുവെച്ചാൽ പ്രൈസ് പല ലെവൽസിൽ അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും വരും. ആ ഒരു അപ് ട്രെൻഡിൽ നിന്ന് ഡൗൺ ട്രെൻഡിലേക്കുള്ള ഷിഫ്റ്റ് ആണ് ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൊണ്ട് പറയുന്നത്. ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ അതിന്റെ പ്രീവിയസ് ഹയർ ലോയെ ലോവർ ലോ കൊണ്ട് കട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ തിരിച്ച് മേലോട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായോ ചേഞ്ച് ഓഫ് ക്യാരക്ടർ? മനസ്സിലായെന്നോ ഇല്ലെന്നോ കേട്ടില്ലേ? മനസ്സിലായി. ഓക്കെ, അപ്പൊ ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇതുകൊണ്ടാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉദ്ദേശിക്കുന്നത്. ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മേലോട്ട് പോകുമ്പോൾ പ്രൈസ് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രീവിയസ് ഹയർ ഹൈ ബ്രേക്ക് ചെയ്യുന്നതിന് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, അല്ലെങ്കിൽ പ്രീവിയസ് ലോവർ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ലോവർ ഹൈ ബ്രേക്ക് ചെയ്യുന്നതിന് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും. പക്ഷെ ട്രെൻഡ് ചേഞ്ച് ആവുന്ന അവിടാണ് ക്യാരക്ടർ ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ അവന് സ്വഭാവം തന്നെ മാറിപ്പോയി എന്നാണ്. മലയാളത്തിൽ പറയാൻ ഏറ്റവും എളുപ്പമായിരിക്കും തോന്നുന്നു. നല്ല ചെറുക്കനായാലും സ്വഭാവം മാറിപ്പോയി എന്ന് പറയത്തില്ല, അതുപോലെ തന്നെ ഉള്ളു. ഇനി നമ്മൾ സ്മാർട്ട് മണിയിൽ അറിഞ്ഞിരിക്കേണ്ട വേറൊരു ഐറ്റമാണ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബൈയും സെല്ലും ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് നടക്കുന്ന ഒരു ഏരിയ ആണ് ലിക്വിഡിറ്റി എന്ന് പറയാം. നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും ഉണ്ട്. സപ്പോർട്ടും റെസിസ്റ്റൻസ് ഒരു ലിക്വിഡിറ്റി സോൺ ആവുകയും ചെയ്യാം, സോൺ ആവാതിരിക്കുകയും ചെയ്യാം. പക്ഷെ ഏറ്റവും കൂടുതൽ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നത് ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ എക്സിക്യൂട്ട് ആവുന്നത്. കാരണം മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയ ആണ് നമുക്ക് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത്. ദീസ് ഏരിയാസ് ആർ വെയർ സ്മാർട്ട് മണി പ്ലേയേഴ്സ് ഐഡന്റിഫൈ ആൻഡ് ചൂസ് ബൈ ഓർ സെൽ ലാർജ് ക്വാണ്ടിറ്റീസ്, എസ്പെഷ്യലി സപ്പോർട്ട്സ്, റെസിസ്റ്റൻസ്, ഹൈ ലോ, കീ ലെവൽസ്, ട്രെൻഡ് ലൈൻസ്, വോളിയം ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് സൈക്കോളജിക്കൽ ലെവൽസ്.
ഈ ഒരു ലെവലിലാണ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ആണ്, ഈ ഒരു ഏരിയയിലാണ് അവർ യൂഷ്വലി അവർ ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ നമ്മള് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ ഇവർ നമ്മളെ മിസ്ഗൈഡ് ചെയ്യുന്ന ഒരു ഏരിയ ഇവിടെ വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ ഇത് യൂഷ്വലി ലിക്വിഡിറ്റി ഇസ് ഡിഗ്രി ആൻഡ് റേറ്റ് ഓഫ് എബിലിറ്റി ടു അസെറ്റ് സെക്യൂരിറ്റി ക്യാൻ ഈസിലി ബോട്ട് ആൻഡ് സോൾഡ് ഇൻ ദ മാർക്കറ്റ് സ്പെസിഫിക് പ്രൈസ്. പറഞ്ഞാൽ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ നമുക്ക് അവിടെ പെട്ടെന്ന് വിറ്റ് പോകും. അവിടെ ഇഷ്ടംപോലെ ഓളിയൻ ട്രേഡ് നടക്കുന്നുണ്ട്. അവിടെ ഒരുപാട് പേര് വാങ്ങാനും വിൽക്കാനും ഉണ്ട്. ആ പ്രൈസിൽ ബിഡ് ആൻഡ് ആസ്ക് ഇഷ്ടം പോലെ വരും. അപ്പൊ അന്ന് നമുക്ക് പെട്ടെന്ന് വിറ്റുവാൻ പറ്റും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ബിഡ് ആൻഡ് ആസ്ക് പ്രൈസിലുള്ള ഗ്യാപ്പ് കൂടുതലായിരിക്കും. നമ്മൾ ഈ ഓപ്ഷൻസിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. നമുക്ക് വോളിയം ഇല്ല അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഇല്ലാത്ത സ്ട്രൈക്ക് ആണെങ്കിൽ നമ്മുടെ ബിഡും ആസ്കും തമ്മിലുള്ള പ്രൈസ് വ്യത്യാസമാണ്. നമ്മൾ അതിനെ സ്പ്രെഡ് എന്നാണ് പറയുന്നത്. ബിഡ് പ്രൈസും ആസ്ക് പ്രൈസിന്റെ. ഇപ്പൊ നമ്മുടെ ബൈ പ്രൈസും സെൽ പ്രൈസും. നമ്മുടെ ബൈ പ്രൈസ് 1 ആണെങ്കിൽ ചിലപ്പോൾ സെൽ പ്രൈസ് 0.5 ആയിരിക്കും. അല്ലെങ്കിൽ ബൈ പ്രൈസ് 2 ആണെങ്കിൽ സെൽ പ്രൈസ് കാണിക്കുന്ന 1 ആയിരിക്കും. ബൈ പ്രൈസ് 3 ആയാൽ മാത്രമേ സെൽ പ്രൈസ് 2 ആകത്തുള്ളൂ. എന്നാൽ മാത്രം നമ്മൾ പോസിറ്റീവ് കോസ്റ്റ് ആകും. അതുവരെ നമ്മൾ ഒരു ലോട്ട് ലോസിലായിരിക്കും നിൽക്കുന്നത്. അപ്പം ഹൈലി ലിക്വിഡ് ഒക്കെ ഉള്ളതാണെങ്കിൽ അത് ചിലപ്പോൾ 0.1, 0.2, 0.5 ഒക്കെ വ്യത്യാസം കാണത്തുള്ളൂ. അപ്പം അത് ഡിസൈഡ് ചെയ്യുന്ന ഈ ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ബിഡ് ആൻഡ് ആസ്ക് അല്ലെങ്കിൽ ബൈ ആൻഡ് സെൽ പ്രൈസിന്റെ ആ ഒരു സ്പ്രെഡ് വരുന്നത്. ഇനി ലിക്വിഡിറ്റി സ്വീപ്പ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഗ്രാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫോൾ സിഗ്നൽ കൊടുക്കുന്ന ഒരു ഏരിയ ആണ്. ഈ യൂഷ്വലി ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് മണിയിൽ ഒരു ഓർഡർ എടുക്കുന്നതിന് മുന്നേ ഒരു ഫോൾസ് ഡയറക്ഷൻ കൊടുത്തിട്ട് റീറ്റെയിലേഴ്സിനെ ഡൈവേർട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ഏരിയ. അത് ലിക്വിഡിറ്റി ഏരിയയിൽ ട്രെൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നതായിട്ട് നമ്മളെ തോന്നിപ്പിച്ചിട്ട് അവർ തിരിച്ചെടുത്തുകൊണ്ട് പോകും. അപ്പൊ ആ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഓർഡർ എടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. സ്മാർട്ട് മണി വെച്ചിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ സ്മാർട്ട് മണി ബൈസ് ഓർ സെൽസ് ആൻഡ് സീപ്സ് ഓർ ഗ്രാബ്സ് ലിക്വിഡിറ്റി ഫ്രം ദ ട്രേഡേഴ്സ് ഹൂ എൻ്റർ എക്സിറ്റ് ആൻഡ് ഗെറ്റ് സ്റ്റോപ്പ്. ഇപ്പൊ ഈ ഒരു ഏരിയയിലാണ് നമ്മളെ മിസ്ഗൈഡ് ചെയ്യുന്നത് ലിക്വിഡിറ്റി ഗ്രാബ്. ഇപ്പൊ നിങ്ങളിത് വരച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചില ഏരിയയിലൊക്കെ നമുക്ക് ഫോൾസ് ബ്രേക്ക്ഔട്ട് എന്ന് നമ്മൾ പറയുന്ന ഒരു സംഭവം ഇവിടാണ്. താഴോട്ട് വന്നിട്ട് തിരിച്ച് അതുപോലെ തന്നെ കയറിപ്പോകുന്ന ഒരു സംഭവം. അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് ഈ തിരിച്ച് കയറിപ്പോയി കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടെ വന്നാൽ മാത്രമേ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റൂ. അപ്പൊ അവരിവിടെ വെച്ചിട്ട് ട്രേഡ് എടുക്കും. പക്ഷെ നമുക്ക് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ട്രേഡ് ഒരു കൺഫർമേഷൻ കിട്ടത്തുള്ളൂ. Liquidity refers to the ease with which assets or security can be quickly bought or sold in the market without significantly affecting the price. High liquidity means there may be buyers and sellers in the market, making it easier to execute the trades quickly as a stable prices. Conversely, low liquidity indicates fewer participants and can result in wider bid-ask spreads and greater price volatility. Okay. അപ്പൊ ഇനി ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓൾമോസ്റ്റ് ഇതിന് സെയിം തന്നെയാണ്. ഓർഡർ ബ്ലോക്ക് ഈസ് എ കീ പ്രൈസ് സ്ട്രക്ചർ പാറ്റേൺസ് വേർ ദ പ്രൈസ് ചാർട്ട് റെപ്രസെന്റ്സ് area where institutional traders have placed their significant orders, influencing the market direction and momentum. By identifying and analyzing the order blocks, traders can gain insight into the market dynamics, anticipate the price movements, and informed trading decisions and smart money aligned with the actions of smart money investors. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, ഓർഡർ ബ്ലോക്ക് ഐഡന്റിഫയർ. പക്ഷെ ഇത് രണ്ടും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. പക്ഷെ ഈ കാണിക്കുന്ന തന്നെ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് ഏരിയ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ബ്ലോക്ക് നോക്കണമെങ്കിൽ ആ ഒരു ഇൻഡിക്കേറ്ററോടെ നോക്കി ഓർഡർ ബ്ലോക്ക് ഫൈൻഡർ ഇതാണ് തോന്നുന്നു. അതല്ല, ഓർഡർ ബ്ലോക്ക് ആണ്, ഓർഡർ ബ്രേക്സ് ഇതാണ്. ഇത് സെയിം ലെക്സ് ആൽഗോഡ് തന്നെയാണ്. ആ സെയിം ഏരിയക്ക് തന്നെയാണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ആ സെയിം ഏരിയ തന്നെയാണ് ഓർഡർ ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്തേക്കുന്നത്. സെയിം തന്നെ ഇട്ടു, ലെക്സ് ആൽഗോഡ് തന്നെ ഇട്ടത്. ഇത്
ഇപ്പൊ മനസ്സിലായില്ലേ? ഈ ലിക്വിഡിറ്റി ഏരിയയും ഈ ഓർഡർ ബ്ലോക്ക് ഏരിയയും ഇവിടെ കണ്ടില്ലേ, സെയിം തന്നെയാണ്. ലിക്വിഡിറ്റി ഏരിയയും ഓർഡർ ബ്ലോക്ക് ഏരിയയും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇവിടെ തന്നെയാണ് സ്മാർട്ട് മണി കൺസെപ്റ്റ് വെച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. ആ ഒരു ഏരിയ ഇപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് ഹ്യൂജ് മൂവ്മെന്റുകളും ഉണ്ട്. ഇപ്പൊ ഈ ഓർഡർ ബ്ലോക്കിന്റെ അടുത്തുനിന്നായിരിക്കും ഒരു സ്ക്രിപ്റ്റിന് ഹ്യൂജ് മൂവ്മെന്റ് ഉണ്ടാകുന്നത്, എന്ന് വെച്ചാൽ സഡൻ മൂവ്മെന്റ് ഉണ്ടാകും. കാരണം അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ നടക്കുന്നതാണ്. ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാലും ഇവിടെ കണ്ടില്ലേ സഡൻ മൂവ്മെന്റ്സുകളൊക്കെ വന്നേക്കുന്നത് ആ ഒരു ഏരിയയിലാണ്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഏരിയസ് ആണ്. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ സഡൻ മൂവ്മെന്റ്സ് വന്നിരിക്കുന്നത്. ഈ ഓർഡർ ബ്ലോക്ക് ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള മൂവ്മെന്റുകൾ വരുന്നത്. ഇപ്പം അവിടെ ഒരു ഹ്യൂജ് ഓർഡർ ആണ് ഇട്ട് വെക്കുന്നത്. അതാണ് ഓർഡർ ബ്ലോക്ക് ഏരിയ അല്ലെങ്കിൽ ലിക്വിഡിറ്റി. ഈ ഓർഡർ ബ്ലോക്ക് ഹ്യൂജ് ഏരിയ ഇവിടെ ഓർഡർ ഇട്ട് വെക്കുന്നതുകൊണ്ടാണ് ഇവിടെ ലിക്വിഡിറ്റിയും കൂടുതൽ വരുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിന് മുന്നോട്ട് പോകുന്നതിന് മുന്നേ അപ്പൊ അത് മനസ്സിലായില്ലേ എന്താണ് ലിക്വിഡിറ്റി സോൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിനെ തന്നെ നമുക്ക് ഡിമാൻഡ് സോൺ, സപ്ലൈ സോൺ എന്ന് പറയുന്നത്. ഡിമാൻഡ് സോൺ, സപ്ലൈ സോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡിമാൻഡ് സോൺ, സപ്ലൈ സോൺ കിട്ടും. പക്ഷെ ഇത് ലിക്വിഡിറ്റി കൂടുതലുള്ള ഏരിയ മാത്രമേ ഇവർ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എല്ലാ സപ്പോർട്ട് റെസിസ്റ്റൻസും ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കണ്ട് ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊരു ലിക്വിഡിറ്റി സോണോ ഓർഡർ ബ്ലോക്കോ അല്ല. അത് ലിക്വിഡിറ്റി സോണോ ഓർഡർ ബ്ലോക്കോ അല്ല. അതൊരു വെറും സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രമാണ്. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇവിടെ റിജക്ട് ആയി, ഇവിടെ റിജക്ട് ആയി. ഇപ്പൊ ഞാനൊരു റെസിസ്റ്റൻസ് വരച്ചിട്ടേക്കുക. അപ്പൊ ഈ റെസിസ്റ്റൻസ് ആവണമെന്നില്ല. ഇപ്പൊ ഞാനിപ്പോ റെസിസ്റ്റൻസ് അടുത്ത വരയ്ക്കുകയാണെങ്കിൽ ഞാൻ അവിടെ വരയ്ക്കുന്നത് ഞാൻ ഇവിടെ വരച്ചെന്നിരിക്കും. ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയ മൾട്ടിപ്പിൾ റിജക്ഷൻസ്. ഇവിടെ റിജക്ഷൻ, ഇവിടെ റിജക്ഷൻ, ഇവിടെ റിജക്ഷൻ. പക്ഷെ അതൊരു ഓർഡർ ബ്ലോക്കോ ഓർഡർ ലിക്വിഡിറ്റി ഏരിയ അല്ല. പക്ഷെ ഞാൻ എന്റെ ഈ വര വെച്ചിട്ട് എനിക്ക് ഇത് രണ്ടും ഇല്ല. ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഓർഡർ ഇതില്ല. ഞാൻ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇതൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. ഞാൻ ഇവിടെയാണ് ഓർഡർ എടുക്കാൻ പോകുന്നത്. അപ്പൊ അടുത്ത് വരുവാണെങ്കിൽ ഞാൻ ഇവിടെ ഇതിന്റെ അടിയിലിടും. പക്ഷെ ഇതിന്റെ മേളിലായിരുന്നു. ഇപ്പൊ ഇവിടെ ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസും സപ്പോർട്ട്സും ഒക്കെ എടുത്ത കാരണം ഞാൻ ഇവിടെ ഇട്ട് വെക്കും. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇതാണ് സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ. പക്ഷെ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് എക്സാക്ട്ലി ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയ അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി ഏരിയ അല്ല. ആ ഒരു ഏരിയ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എടുക്കുന്ന ഉടനെ ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് അല്ലെങ്കിൽ അവിടുന്ന് മാർക്കറ്റ് തിരിഞ്ഞു പോകുന്നത്. നമ്മൾ കറക്റ്റ് പോയിന്റിലല്ല എടുക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കണം. ഇവിടെ വന്നേ നമ്മൾ ഇവിടെ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും, സപ്പോർട്ട് എടുക്കും. ഇവിടെ വന്നിട്ട് തട്ടിയിട്ട് റിവേഴ്സ്. ഇവിടെ വന്നില്ല. കാര്യം ഇവിടെ ലിക്വിഡിറ്റി സോൺ. ഇവിടുന്ന് തന്നെ വന്ന് റിവേഴ്സൽ എടുത്തു കയറി പോകണ്ട. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത്, ചെറിയ കാര്യങ്ങളാണ്. ഇപ്പൊ ഇത് മനസ്സിലായോ? ഇതൊരു ബൈസോൺ ആണ്, നീലായിട്ട് അണിയുന്ന റെഡ്. ഇത് സെൽ സോണായി മാറാൻ സാധ്യതയുള്ളതാണ്. അല്ലെ സെൽ സോൺ ഹൈ സെൽ ഓർഡേഴ്സ് വരാൻ സാധ്യതയുള്ള ഏരിയ ആണ് ഈ പിങ്ക് കളറിൽ കാണിക്കുന്നത്. ഓക്കെ, അതാണ് ഈ രണ്ട് കളറിലും കാണിക്കുന്നത്. ഇത് ബൈസോണും ഇത് ബൈസ് ഇതല്ലേ, ഇത് സെല്ലേഴ്സ് കൂടുതലുള്ള ഏരിയ, ഇത് ബയേഴ്സ് കൂടുതലുള്ള ഒരു ഏരിയ. ഇത് ക്ലിയർ ആയോ? നിങ്ങൾ എസ് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മനസ്സിലായി. ഓക്കെ, അടുത്ത സംഭവമാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇപ്പം ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് ബൈ നമ്മുടെ ഒരു ഓർഡർ ബ്ലോക്ക് സോൺ അല്ലെങ്കിൽ ലിക്വിഡിറ്റി സോണിൽ നിന്ന് ഒരു ഹ്യൂജ് ഓർഡർ ക്വാണ്ടിറ്റി എക്സിക്യൂട്ട് ആകുമ്പോൾ പ്രൈസ് സഡൻ ആയിട്ട് മേലോട്ട് പോകും. അല്ലെങ്കിൽ സെല് ചെയ്തെന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ ഒരു റിജക്ഷൻ ഏരിയ ആയിരുന്നെങ്കിൽ അവിടെ ആ ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ അവർ സെല് ചെയ്യുമ്പോൾ സഡൻ ആയിട്ട് താഴ്ത്തു വരും. അപ്പൊ ഇങ്ങനെ പോകുന്ന ഇപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം കണ്ടത് ഇതുപോലത്തെ ഹ്യൂജ് ക്യാൻഡിൽസ് ഫോം ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമ്മൾ. ഇതിപ്പോ മറ്റേ ഗ്യാപ്പ് അപ്പ് മാതിരിയൊക്കെ ഒരു വലിയ ക്യാൻഡിൽ ഫോം ചെയ്യുന്ന ഒരു ഏരിയ വരുമ്പോഴാണ് ഈ ഒരു ഏരിയ നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നാണ് പറയുന്നത്. ഇപ്പൊ യൂഷ്വലി ഇതിന്റെ സൈസ് എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതൊരു 3 ക്യാൻഡിൽ ചേർന്നിട്ടാണ് എടുക്കുന്നത്. ആദ്യത്തെ ക്യാൻഡിൽ വന്നിട്ട് അതിന്റെ പകുതിക്കാണ് രണ്ടാമത്തെ ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. അപ്പൊ 3 ക്യാൻഡിൽ വെച്ചിട്ടാണ് ഇത് യൂഷ്വലി ഫോം ചെയ്യുന്നത്. അപ്പൊ ഇത് 1 അവറിന്റെ ചാർട്ടാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. യൂഷ്വലി 1 അവറിന്റെ ചാർട്ട് നോക്കിയാലാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. നിഫ്റ്റിയിൽ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. ഇത് കൂടുതലും ഫോറക്സിലാണ് വർക്ക് ചെയ്യുന്നത്.
നിഫ്റ്റിയിലും കിട്ടുമായിരിക്കും. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണേൽ നമുക്ക്, അപ്പൊ ഇതിനകത്ത് തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി, ഐഡന്റിഫൈ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഫെയർ വാല്യൂ ഗ്യാപ്സ്. ഇത് തന്നെ ഐഡന്റിഫൈ ചെയ്ത് തരും നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉണ്ടെങ്കിൽ. അതെ, ഇവിടെ കണ്ടില്ലേ, ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ്. അപ്പൊ ഈ 3 ക്യാൻഡിൽ വെച്ചിട്ടാണ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തേക്കുന്നത്. ഈ ഒരു ഏരിയ, അപ്പൊ ഈ ക്യാൻഡിലിന്റെ ബോട്ടം തൊട്ട്, ഈ ക്യാൻഡിലിന്റെ സെക്കൻഡ് ക്യാൻഡിലിന്റെ സ്റ്റാർട്ട് തൊട്ട് തേർഡ് ക്യാൻഡിലിന്റെ ബോട്ടം വരെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇത് ഈ ഒരു ഏരിയ ആണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് വരുന്നത്. ഉണ്ടല്ലേ, ഈ ഒരു ഏരിയ ആണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഉണ്ടല്ലേ, ഈ സെക്കൻഡ് ക്യാൻഡിലിന്റെ ഇതും ഫസ്റ്റ് ക്യാൻഡിലിന്റെ ക്ലോസിങ്, സെക്കൻഡ് ക്യാൻഡിലിന്റെ സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ക്ലോസിങ് തൊട്ട് തേർഡ് ക്യാൻഡിലിന്റെ ബോട്ടം, ഫസ്റ്റ് ക്യാൻഡിലിന്റെ ടോപ്പ് തൊട്ട് തേർഡ് ക്യാൻഡിലിന്റെ ബോട്ടം വരെ എന്ന് വേണം പറയാം. ഇതാണ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇനി ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇത് നല്ലൊരു ഫോർമേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്, ഇത് നമുക്ക് എടുക്കാം. അപ്പൊ ഇതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇങ്ങനെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്യാരക്ടർ ഓഫ് ചേഞ്ച് ഉണ്ടായതിനു ശേഷം ഫോം ചെയ്യണം. ഓക്കെ, ഇനി ഇത് ഇങ്ങനെയുള്ള വരുവാണെങ്കിൽ ഇത് 3 ക്യാൻഡിലുണ്ട്. അപ്പൊ ഇതിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെ ഈ ഒരു ഏരിയ ആണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ ബെയറിഷ് ക്യാൻഡിലാകുമ്പോൾ ഈ ഒരു ഏരിയ, ഈ 3ാമത്തെ ക്യാൻഡിലിന് സ്റ്റാർട്ടിങ് തൊട്ട് ഈ 1ാമത്തെ ക്യാൻഡിലിന് ഇവിടം വരെ ഈ ഒരു ഏരിയ ആണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇത് ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പും ഇത് ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പും. So, 3 candles have up or down impulse candle that indicates creates an imbalance or inefficiency in the market. Candle structure with a down impulse candle indicates and creates an imbalance or inefficiency in the market between candle on and do not show the common price. Price needs to move back to a rebalance and fill the gap. യൂഷ്വലി ഇങ്ങനെ ഫോം ചെയ്യുകയാണെങ്കിൽ ആ പ്രൈസ് കുറച്ച് തിരിച്ചു വന്നിട്ട് ഇത് പെട്ടെന്നുണ്ടായ ഒരു മൊമെന്റിൽ പോകുന്നതാണ് ആ ഒരു ഹ്യൂജ് ഓർഡറിന്റെ ഇതിൽ. അത് കഴിഞ്ഞിട്ട് ആ പ്രൈസ് താഴേക്ക് വന്നിട്ട് ഇത് ഗ്യാപ്പ് അറ്റ്ലീസ്റ്റ് ഹാഫ് വരെയെങ്കിലും വന്നിട്ട് ഫില്ല് ചെയ്തിട്ട് മാത്രമേ ഇത് പിന്നെ തിരിച്ചു കയറി പോകത്തുള്ളൂ. യൂഷ്വലി ഹാഫിൽ വരും, ഇല്ലെങ്കിൽ ഇതിന്റെ ടോപ്പ് സൈഡിൽ നിന്ന് വന്നിട്ട് റിജക്ട് ചെയ്ത് പോകും. അപ്പം ഇതൊരു ഇംബാലൻസ് ടൈമിൽ അല്ലെങ്കിൽ ഒരു ഇൻഎഫിഷ്യൻസി ടൈമിൽ ഉണ്ടാവുന്ന ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് അത് കറക്ഷൻ ചെയ്തിട്ട് മാത്രമേ, ഇപ്പൊ പോവാണെങ്കിൽ ഇതുപോലെ തിരിച്ചിറങ്ങി വരും, അല്ലെങ്കിൽ ഇതുപോലെ തിരിച്ച് ഇതിന്റെ ഒരു ലെവൽ, ഇപ്പൊ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടാണെങ്കിൽ അതിന്റെ ഒരു എൻഡ് തൊട്ട് ഈ ഒരു പകുതി വരെ, ഇവിടം വരെ, ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് ഫെയിലിയർ ആയെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടം വരെ വന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് പ്രൈസ് പിന്നെ ഇങ്ങനെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പോകത്തുള്ളൂ. അതിപ്പോ നമ്മുടെ ഈ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, കണ്ടോ, പ്രൈസ് മേലോട്ട് പോയി, പക്ഷെ അത് തിരിച്ചു വന്ന് കറക്ഷൻ എടുത്തുണ്ട്. ഇതിന്റെ ഒരു മിഡിൽ വരെയൊക്കെ വന്ന് കറക്ഷൻ എടുത്തിട്ട് തിരിച്ചു കയറി. ഇവിടുന്നാണ് നമുക്കിനി ട്രേഡ് എടുക്കാനുള്ള ഒരു കൺഫർമേഷൻ ഉള്ളൂ. അത് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതിനകത്ത് ബാക്കിയുള്ള 1-2 ടെക്നോളജീസ് ആണ്. മാർക്കറ്റ് ഡൗൺ സ്ട്രക്ചർ, മാർക്കറ്റിന്റെ ട്രെൻഡാണ് മാർക്കറ്റ് ഡൗൺ സ്ട്രക്ചർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വിച്ച് ഡയറക്ഷൻ ഓഫ് വെയർ ദ മോർ ഈസ് ലൈക്ലി ടു ഗോ. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഷോസ് വെൻ ദ പ്രൈസ് ഈസ് ബ്രേക്കിംഗ് ദ സ്ട്രക്ചർ ഓർ ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഇൻ ദ മാർക്കറ്റ്. ഇപ്പോൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിലെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒക്കെ ഫോം ചെയ്യുന്ന ടൈമിലാണ് മാർക്കറ്റിന്റെ ഷിഫ്റ്റ് സംഭവിക്കുന്നത്. ഓർഡർ ബ്ലോക്ക്, ലാർജ് മാർക്കറ്റ് ഓർഡേഴ്സ്, ബിഗ് ഓർഡർ ബ്ലോക്സ്, സ്മാർട്ട് മണി ബൈസ് ഓർ സെൽ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ലിക്വിഡിറ്റി. ഓർഡർ ബ്ലോക്ക് ബെയറിഷ്, ഓക്കെ, സ്മാർട്ട് മണി, ഓർഡർ ബ്ലോക്ക്, ഇതെല്ലാം നമ്മൾ പറഞ്ഞാണ്. പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഏരിയ or the level in the market where there is expected to be a large amount of buying or selling activity. Okay, ഈ ഒരു POI എന്ന് പറയുന്ന പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ഈ ലിക്വിഡിറ്റി ഏരിയയിൽ ഹ്യൂജ് പ്രൈസ് ഇത് ബൈയും സെല്ലും വരുന്ന ഒരു ലെവലിനാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്.
ഇത് സെയിം തന്നെയാണ് മാർക്കറ്റിന്റെ trend change and daily bias, bearish daily bias, bullish environment, uptrend is up when long positions price in the market. And daily bias, bullish daily bias, bearish number. Equilibrium is the state of the market where the demand supply are in balance at the with the price. We say the price of the market is at fair value. Equilibrium എന്ന് പറഞ്ഞാൽ സെല്ലും ബൈയും സെല്ലും ബാലൻസ് ചെയ്യുന്നത്. ഇപ്പം ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ ബാലൻസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അവിടെ ഒരു ഫെയർ വാല്യൂ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഇത് ബയേഴ്സ് മേലോട്ട് കൊണ്ടുപോകും, അപ്പൊ ഫെയർ വാല്യൂ അല്ലെങ്കിൽ സെല്ലേഴ്സ് അവിടുന്ന് താഴോട്ട് കൊണ്ടുവരും. അപ്പൊ അതാണ് യൂഷ്വലി മാർക്കറ്റിൽ നടക്കുന്നത്. അപ്പൊ ഈ ഒരു ഇക്വിലിബ്രിയം ഏരിയ എന്ന് പറയുന്നത് ഒരു ഫെയർ വാല്യൂ ആണ്. അവിടെ ബയേഴ്സും സെല്ലേഴ്സും ഒരുമിച്ച് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു ഏരിയ ആണത്. അപ്പൊ ഈ ഇക്വിലിബ്രിയം ലെവലിന് താഴെയാണെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് മാർക്കറ്റ് എന്നും, ഇക്വിലിബ്രിയം ലെവലിന് മേളിലാണെങ്കിൽ നമ്മൾ പ്രീമിയം മാർക്കറ്റ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ലെവൽ നമ്മൾ യൂഷ്വലി നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഒരു പ്രീവിയസ് ഇപ്പം ഇത് സ്റ്റോക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഒരു മിനിറ്റ്, ആരാണ്ട് ബോട്ടമാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്രോയില് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതായിരിക്കും ഒരു ഇക്വിലിബ്രിയം ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇക്വിലിബ്രിയം ലെവൽ എന്ന് വിപ്രോയിൽ പറയാവുന്ന ലെവൽ. ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ സിംഗ് ഓർഡർ ബ്ലോക്ക് കിട്ടും. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയാസ്. ഇത് വേണേൽ നമുക്കൊരു ഇക്വിലിബ്രിയം ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ഫെയർ വാല്യൂ ആണ്. ഇതിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് മാർക്കറ്റ്, ഇത് മേളിൽ നിന്ന് കഴിഞ്ഞാൽ പ്രീമിയം മാർക്കറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ 420, 410 ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് ഇതിന്റെ ഒരു ഇക്വിലിബ്രിയം വാല്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കണ്ടോ, സ്ട്രോങ് ലോ. ഇവിടുന്ന് താഴോട്ട് ഇപ്പൊ ചില കേസിൽ ഇവിടെ നമ്മൾ സ്ട്രോങ് ലോ, ഇതിന് താഴോട്ട് പോകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. ഇവിടെ സ്ട്രോങ് ലോ എന്ന് കാണിച്ചിരുന്നുണ്ട്. വീക്ക് ലോ ആണ് കാണിക്കുന്നതെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പൊ നമ്മൾ ഡെയിലി ചാർട്ടിൽ നോക്കുകയാണ്, ഡെയിലി അല്ല അവർലി ചാർട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് വീക്ക് ലോ കാണാൻ പറ്റും. അതെ, വീക്ക് ലോ ഉണ്ടോ? വീക്ക് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് വീക്ക് ലോ എന്ന് കാണിക്കുന്നത്. ഇപ്പൊ വീക്ക് ഹൈ കാണിക്കുന്നുണ്ടോ? വീക്ക് സ്ട്രോങ് ഹൈ. സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹ്യൂജ് ഓർഡർ ബ്ലോക്ക് ഉണ്ട് സെല്ലേഴ്സിന്റെ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ സ്ട്രോങ് ഹൈ കാണിക്കുന്നത്. അപ്പൊ ഈ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി കുറവാണ്. ഇത് ഒരു ഡെയിലി ചാർട്ടിൽ വരുന്നത്. പക്ഷെ വീക്കിലി ഡെയിലി ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇത് അവർലി ചാർട്ടിൽ വരുന്നത്. ഡെയിലി ചാർട്ടിൽ നോക്കുക, ഇവിടെ നോക്കിയോ വീക്ക് ഹൈ. അപ്പം പ്രൈസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇത് കുറവ്. ഇവിടെ പക്ഷെ സ്ട്രോങ്, ഇവിടെ കണ്ടില്ല കളർ ഡാർക്ക് ആണ്. ഇപ്പൊ ഇവിടെ സ്ട്രോങ് ബൈ ആണ് വരുന്നത്, സ്ട്രോങ് സെല്ലാണ് വരുന്നത്. പക്ഷെ ഇത് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു വീക്ക് ഹൈ ആണ്. ഇത് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകും. പക്ഷെ അവിടം വരെ എത്തണം. ഇതൊരു സ്ട്രോങ് ലോ ആണ്. ഇതിന് താഴോട്ട് പോകാം. അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഈ ഒരു ഏരിയ 380 വരാൻ കുറവാണ്, സാധ്യത കുറവാണ്. പക്ഷെ ഈ ഒരു ഏരിയയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി വാങ്ങാവുന്നേ ഉള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുന്ന് റിവേഴ്സ് ആണ്. ഇതൊരു സ്ട്രോങ് ലോ ആണ്, ഡിസ്കൗണ്ടഡ് ഏരിയ ആണ്. അപ്പൊ ഈ ഒരു ഏരിയ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇത് നമ്മളെ എങ്ങനെ ഫോൾസ് സിഗ്നൽ കൊടുക്കും. സ്മാർട്ട് മണി സെൽസ് ഇൻ ടു പൊസിഷൻസ് ആൻഡ് സീപ്സ് ലിക്വിഡിറ്റി. സ്മാർട്ട് മണി ഇത് അവിടെ വെച്ചിട്ട് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ നിൽക്കുന്നതിന് ഓപ്പോസിറ്റ് അവർ ട്രേഡ് എടുക്കും. അവർ സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ലിക്വിഡിറ്റി സീപ്പ് ചെയ്യും. ലിക്വിഡിറ്റി അവിടുന്ന് വാനിഷ് ചെയ്യും. വാനിഷ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പം ഫ്രം റീറ്റെയിലേഴ്സ് സെയിൽസ് ഹൂ ഷോർട്ട് ഗെറ്റ് സ്റ്റോപ്ഡ് ഫോർ എ ലോങ് ട്രേഡേഴ്സ് ഹൂ ബൈ ആൻഡ് എൻ്റർ ദിയർ ട്രേഡേഴ്സ്. ഇവിടെ വെച്ചിട്ട് റീറ്റെയിലേഴ്സിനെ ഫോൾസ് ബ്രേക്ക് ഡൗൺ തന്നിട്ട് ബ്രേക്ക്ഔട്ട് തന്നിട്ട് അവർ സഡൻ ആയിട്ട് തിരിച്ച് കയറി പോകണം. ഇപ്പം റീറ്റെയിലേഴ്സ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് ഓക്കെ ഇനി തിരിച്ച് വീണ്ടും ഇറങ്ങും, കറക്ഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങും എന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് മേലോട്ട് തിരിച്ചത്. നമ്മളങ്ങനെ നമുക്ക് എപ്പോഴും പറ്റാറുള്ളതല്ലേ, താഴോട്ട് ട്രെൻഡ് കാണുന്നുണ്ട് നമ്മൾ ചാടി വീഴും റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന്. അവിടുന്ന് ആ സാധനം വീണ്ടും താഴോട്ട് പോകുന്നു പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചാലും വീണ്ടും അടുത്ത ഒരു ട്രേഡ് കൂടെ എടുക്കും. ഈ സാധനം അവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും പോകണം. അപ്പം നമ്മളെ അത് മിസ്ഗൈഡ് ചെയ്യുന്ന ഒരു ഇതാണ് സ്മാർട്ട് മണി അവിടെ ലിക്വിഡിറ്റി ഗ്രാബ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി സീപ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ബൈ പൊസിഷൻ ആണെങ്കിൽ അവര് അതിനെ അവിടെ ലിക്വിഡിറ്റി സീപ്പ് ചെയ്യും. സീപ്പ് ചെയ്തിട്ട് റീറ്റെയിലേഴ്സിനെ അവിടെ ട്രാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള കേസുകൾ സ്മാർട്ട് മണി ഉപയോഗിച്ചെടുക്കുന്നതിൽ ഞാൻ പറഞ്ഞില്ലേ എന്നും ട്രേഡ് കിട്ടത്തില്ല, പക്ഷെ കിട്ടുന്ന ട്രേഡ് കൺഫേംഡ് ട്രേഡ് ആയിരിക്കും. അപ്പൊ ഇതുപോലത്തുള്ള കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഫൈനലിലായിരിക്കും നമ്മളൊരു ട്രേഡിൽ എൻ്റർ ചെയ്യുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം രാവിലെ ട്രേഡ് എടുക്കത്തില്ലെങ്കിൽ കൈ ഉറയ്ക്കുന്ന കൂട്ടരാണ്. അപ്പൊ നമുക്ക് രാവിലെ ട്രേഡ് ചറപറ എടുക്കണം. അത് നമുക്ക് ഈ ലിക്വിഡിറ്റിയും ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. നമുക്ക് ട്രേഡാണ് മുഖ്യം, അല്ലേ? അതാണ് നമുക്ക് പറ്റുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ക്ഷമയില്ലെങ്കിൽ ഒരു ട്രേഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ക്ഷമയില്ലെങ്കിൽ കാര്യമില്ല. അപ്പൊ നമ്മള് എന്താണ് ഈ ഫിഷിങ്ങിന് പോകുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഫിഷിങ്, ചൂണ്ടയിടാൻ പോകുന്നത്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പോകും. ഞാൻ അന്നേരം രാവിലെ അവരൊക്കെ പോയി കഴിഞ്ഞാൽ വൈകിട്ടൊക്കെയാണ് തിരിച്ചു വരുന്നത്, കൊടയും കസേരയൊക്കെ ഇട്ടുണ്ട്. ഒരു മീനെ പിടിച്ചോണ്ട് വരുന്ന ചെറിയ മീനുകളായിരിക്കും. ഒരു മീനെ പിടിക്കാൻ വേണ്ടി അവരെത്ര നേരമാണ് ക്ഷമിച്ച് അവിടെ കാത്തുകുത്തിയിരിക്കും. നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. നമുക്ക് പറയാം മീൻ വേണമെങ്കിൽ ചന്തയിൽ പോയി കഴിഞ്ഞാൽ കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ മീൻ കയ്യിലേ കിട്ടുമല്ലോ. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോയിരുന്ന് വെയിൽ കൊള്ളുന്നതാണ്. അപ്പൊ അതുപോലെ കാത്തിരുന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പറ്റിയതാണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് ഡിസൈഡ് ചെയ്യുക. ഓക്കെ ഓക്കെ ഇനിയിപ്പോ നമ്മൾ ട്രേഡ് സെറ്റപ്പ് ചെയ്യാൻ പറഞ്ഞുതരാം. 1 hour ടൈം ഫ്രെയിം ഇടുക. 1 hour ടൈം ഫ്രെയിം ഇടുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്ന്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് 1 hour ടൈം ഫ്രെയിം. നിങ്ങൾ വേണമെങ്കിൽ 30 മിനിറ്റ്സിൽ ഇട്ട് ചെക്ക് ചെയ്യാം 30 മിനിറ്റ്സ് സംഭവിക്കുന്നുണ്ടോ എന്ന് കാര്യങ്ങൾ. 1 hour ടൈം ഫ്രെയിമിൽ ഇട്ടിട്ട് ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 1 മണിക്കൂറിന് ശേഷം നോക്കുക. ഐഡന്റിഫൈ ബ്രേക്ക്ഔട്ട് ട്രെൻഡ്. ആദ്യം ട്രെൻഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ. എന്നിട്ട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഏത് സൈഡിലോട്ടാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ മാർക്ക് ചെയ്ത് പോവുക, അല്ലെങ്കിൽ അതിനകത്ത് ഓൾറെഡി മാർക്ക് ചെയ്ത് തരും. ഐഡന്റിഫൈ ദ ഐഡന്റിഫൈ ദ ലിക്വിഡിറ്റി സോൺ. ലിക്വിഡിറ്റി സോൺ ഐഡന്റിഫൈ ചെയ്യണം. എവിടാണ് ലിക്വിഡിറ്റി സോൺ? നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഡിറ്റി സോൺ കിട്ടില്ല എന്ന് ഞാൻ ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ലിക്വിഡിറ്റി സോൺ നമ്മൾ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കണ്ടുപിടിക്കുക. ലിക്വിഡിറ്റി സോൺ കണ്ടുപിടിക്കുക വേറെ പറഞ്ഞാൽ ഈ ലോങ് ക്യാൻഡിൽസ് ഫോം ചെയ്തിട്ടുള്ള ഏരിയ ലിക്വിഡിറ്റി സോൺ ആയിട്ട് യൂഷ്ണി നോക്കണം. ഒരു 3 ക്യാൻഡിലൊക്കെ ലോങ് പോകുന്നതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു നല്ല ലിക്വിഡിറ്റി സോൺ ആയിട്ട് നോക്കും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. വെയിറ്റ് ഫോർ എ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആഫ്റ്റർ ദ ലിക്വിഡിറ്റി ഗ്രാഫ്. അപ്പൊ നമ്മള് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി കണ്ടുപിടിക്കുക. എന്നിട്ട് ലിക്വിഡിറ്റിയിൽ ഇതുപോലെ ലിക്വിഡിറ്റി ഗ്രാഫ് ഉണ്ടാവും എപ്പോഴും. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, എന്നിട്ട് നമുക്ക് എന്താ സംഭവിക്കുന്നത്? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു കഴിഞ്ഞു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു, ഇവിടെ നമ്മൾ പോയി ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കഴിഞ്ഞിട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ വന്നിട്ട് ലിക്വിഡിറ്റി സോണിൽ നിന്ന് ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്യും. നമ്മൾ അടുത്ത ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു കഴിഞ്ഞ് ആഫ്റ്റർ ദി ലിക്വിഡിറ്റി ഗ്രാഫ് യൂഷ്വലി ഒരു ഫേക്ക് ഇതുപോലെ നമുക്കൊരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ടാവും. ആ ലിക്വിഡിറ്റി ഏരിയയിൽ ഒരു ബ്രേക്ക് ഔട്ട് ഇതുപോലെ ഉണ്ടാവും. ഇതിവിടെ
ലിക്വിഡിറ്റി ഗ്രാഫ് എന്ന് വെച്ചാൽ ഇതിപ്പോ ഇങ്ങനെ ഒരു ട്രെൻഡ്, ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു, ഇവിടുന്ന് ഒരു ലിക്വിഡിറ്റി ഗ്രാഫ് സംഭവിക്കും. ഈ ലിക്വിഡിറ്റി സോണിൽ നിന്ന് ലിക്വിഡിറ്റി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഫേക്ക് മൂവ്മെന്റ് സംഭവിച്ചിട്ട് ഇത് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് ഈ ട്രെൻഡ് ഇവിടെ ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ചേഞ്ച് ആയിട്ട് വന്ന് ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഫോം ചെയ്യും. ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ യൂഷ്വലി ഒരു ഫെയർ വാല്യൂ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കഴിഞ്ഞിട്ട് ഒരു ഫെയർ വാല്യൂ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആഫ്റ്റർ ദ ലിക്വിഡിറ്റി ഗ്രാഫ്, വെയിറ്റ് ഫോർ എ ഫെയർ വാല്യൂ ഗ്രാഫ്. എന്നിട്ടും കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാഫ് കഴിഞ്ഞ് വന്നിട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കഴിഞ്ഞിട്ട് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒന്നുകിൽ ഈ ഒരു ഏരിയയിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യും. ഇതുപോലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യും. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്താലും നമ്മൾ ട്രേഡ് എടുക്കാറായിട്ടില്ല. നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് പോയിട്ട് വീണ്ടും, കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രോപ്പർ പ്രൈസ് അല്ലല്ലോ പോയേക്കുന്നത്. അപ്പൊ ഇത് എന്തായാലും റീടെസ്റ്റ് വന്നിട്ട് ഒരു റീടെസ്റ്റ് വന്നാലും, അതുകൊണ്ടാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞത്. ഫെയർ വാല്യൂന്റെ ഒരു ഗ്യാപ്പാണ് ഇവിടെ ഫോം ചെയ്തത്. അപ്പൊ ഇത് റീടെസ്റ്റ് വന്നിട്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി വരും. അപ്പൊ വന്നിട്ട് ഒന്നുകിൽ ഇതിന്റെ മുകളിൽ തട്ടിയിട്ട് റിവേഴ്സ് എടുത്ത് പോവാം, അല്ലെങ്കിൽ ഇതിന് താഴെ തട്ടിയിട്ട് മിഡിലിൽ തട്ടിയിട്ട് പോവാം, ഇല്ലെങ്കിൽ മൂന്നാമത്തെ കേസിൽ ഇത് ബ്രേക്ക്ഔട്ടായി ഇത് ഫെയിൽ ആയി പോവാണ് ചെയ്യുന്നത്. ഇവിടെ ട്രേഡ് തന്നെ കിട്ടത്തില്ല. ഇവിടുന്ന് തിരിച്ച് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ തട്ടി തിരിച്ച് കയറി പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഏരിയ, ഇത് ഫെയർ വാല്യൂ ഗ്യാപ്പ് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. ഇവിടുന്ന് ട്രേഡ്, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഈ ഫെയർ വാല്യൂന്റെ താഴെ, ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ താഴെ ഇട്ടിട്ട് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക്. ആ സമയത്ത് നമുക്ക് രണ്ടാമത്തെ ട്രേഡ് അല്ലെങ്കിൽ ആ പുതിയ ട്രേഡ് നമുക്ക് ഇവിടുന്ന് എടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മളിവിടെ നേരത്തെ നിഫ്റ്റിയുടെ ഒരു കേസ് നോക്കിയാൽ നമ്മൾ കണ്ടായിരുന്നല്ലോ. ഇവിടെ കണ്ടില്ലേ, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്ത്, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തു. ഇവിടെ വന്നു തട്ടി ഒരു ഫോൾസ് ബ്രേക്ക്ഔട്ട് തന്നു. ഫോൾസ് ബ്രേക്ക്ഔട്ട് തന്നിട്ട് ഇവിടുന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു. ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ട് ഇത് പോയി മേലോട്ട് പോയി ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തു. ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇത് പിന്നെ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റീടെസ്റ്റ് ചെയ്തേക്കുന്നുണ്ട്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ മുകളിൽ വന്ന് തട്ടിയിട്ട് ഇത് പോയി. ഇവിടുന്ന് വേണേൽ നമുക്ക് ഒരു ട്രേഡ്, ഇവിടുന്ന് റിവേഴ്സ് എടുക്കുന്ന ടൈമിൽ ഇവിടുന്ന് വേണേൽ ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് എടുക്കാം. പിന്നെ അത് പോയിട്ടുണ്ട്, നല്ലതായിട്ട് പോയിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ അടുത്ത ഗ്യാപ്പ് അപ്പ് ആണ് പോയേക്കുന്നത്. നിഫ്റ്റിയിൽ നമ്മളിപ്പോ അങ്ങനത്തെ കേസ് കണ്ടത്. എനിക്കറിയാം നിങ്ങൾക്ക് അത്ര ക്ഷമ ഉണ്ടാവില്ല ഇങ്ങനെ ട്രേഡ് എടുക്കാൻ. എനിക്കും ഇല്ല. നമ്മൾ അറിഞ്ഞിരിക്കാന്നേ ഉള്ളൂ. ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് ഇത് ഇട്ടിട്ട് വേണമെങ്കിൽ നമ്മുടെ ഇത് വരയ്ക്കത്തില്ലേ, നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കുന്നതിന് പകരം നമുക്ക് ഇതുപോലെ ലിക്വിഡ് സോണുകൾ വരച്ചു വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നല്ലതായിരിക്കും. ഇതിപ്പോ 1 hour ഞാൻ ഇട്ടേക്കുന്നത്. ഇത് വന്നില്ലേ, ഇവിടെ വന്നു, ഇതൊരു ലിക്വിഡിറ്റി സോണാന്ന് വെച്ചു, ഇവിടെ ഇപ്പൊ കാണിക്കുന്നില്ല. ഇതിപ്പോ ഒരു ലിക്വിഡിറ്റി സോണാന്ന് വെച്ചു, ഇവിടെ വന്നിട്ട് ഒരു ഫോൾസ് ബ്രേക്ക്ഔട്ട് തന്നു. ഇതിപ്പോ ഒരു സോണായിരുന്നെങ്കിൽ ഇവിടെ ഒരു ഫോൾസ് ബ്രേക്ക്ഔട്ട് തന്നു. അതെ, ഇക്വിലിബ്രിയം എന്നൂടെ എഴുതിയിട്ടുണ്ട്, EQL എന്ന്. അപ്പൊ അതൊരു ലിക്വിഡിറ്റി സോണ. ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ പ്രൈസ് ഉണ്ടോ, സെല്ലേഴ്സും ബയേഴ്സും ഒരേപോലെ തന്നെ ലെവൽ ചെയ്ത് നിൽക്കുന്ന, സ്റ്റഡി ആയിട്ട് നിൽക്കുവാണ്. ഉണ്ട്, ഇതൊരു ഇക്വിലിബ്രിയം കണ്ടീഷനാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഇതൊരു ഫെയർ ഓർഡർ ബ്ലോക്ക് ഏരിയ ആയിരിക്കാം. നേരത്തെ ഇത് ഇത്രയും തള്ളി നിൽക്കുന്നതുകൊണ്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ഏരിയ ട്രേഡ് അടക്കം ഇത് കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു, അവിടെ തന്നെ ഫെയർ വാല്യൂ ഫോം ചെയ്തു. ഫെയർ വാല്യൂ ഫോം ചെയ്തതിനു ശേഷം ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മേളിൽ പോയി. ഇപ്പൊ ഇവിടെ ട്രേഡ് എടുക്കരുത്, ഇവിടെ മേളിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ ട്രേഡ് എടുക്കാവുന്നതാണ്.
ലോങ് പൊസിഷൻ. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇതിന് താഴെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇതിന് താഴെ വെച്ചിട്ട് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് പോകുന്നെങ്കിൽ ഇത് എടുക്കും. ഇവിടുന്ന് താഴെ വെച്ചിട്ട് നമുക്കൊരു അടുത്ത ലിക്വിഡിറ്റി സോൺ വരെ നമുക്ക് നമ്മുടെ ടാർഗറ്റ് വെക്കാവുന്നതാണ്. അപ്പൊ നമുക്കിവിടെ ലിക്വിഡിറ്റി സോൺ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല, ഇവിടെ ആ സമയത്ത് കാണിക്കും. ആ ലിക്വിഡിറ്റി സോൺ വരെ, അടുത്ത ലിക്വിഡിറ്റി സോൺ എവിടെ കാണിക്കുന്ന വെച്ചാൽ അവിടം വരെ നമുക്ക് ടാർഗറ്റ് വെച്ചിട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, പക്ഷെ ക്ഷമ വേണം. ഇവിടെ കണ്ട പോയണ്ടില്ലേ, പക്ഷെ ഇത് എത്ര നേരം എടുത്തിട്ടാ പോയത്? 1, 2, 3, 4 എത്ര മണിക്കൂർ എടുത്തത്? നെക്സ്റ്റ് ഡേയിലെ പോയെന്ന് തോന്നുന്നു അല്ലേ? നെക്സ്റ്റ് ഡേയിലാ പോയത്, സംഭവം പോയി. ഇങ്ങനത്തെ ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ നമ്മൾ ഇതിനകത്തൊക്കെ കിട്ടുമായിരിക്കും. ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെന്നില്ല, പ്രീവിയസിൽ അവിടെ ഉണ്ട്, ഇവിടെയൊക്കെ കണ്ടില്ല ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണിക്കുന്നുണ്ട്. ഇത് റിയൽ ട്രേഡിലും കാണിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ കേസിൽ ഒരു 30 മിനിറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 15 മിനിറ്റ് 30 മിനിറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി. സെല്ലേഴ്സിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണിച്ചേക്കുന്നതാണ്, സെല്ലിങ്ങിന്റെ. അപ്പൊ ഇതിനി ഇവിടെ തിരിച്ചു വരും. ഇവിടെ തിരിച്ചു വന്ന് ഇവിടെ തട്ടിയിട്ട് വീണ്ടും സെല്ലാണ് കാണിക്കുന്നത്. അപ്പം വീണ്ടും സെല്ല് പോവും, സെല്ല് പോയി നമുക്ക് പണിയാവുമല്ലോ. ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ ഒരു ക്യാൻഡിലിൽ നിന്ന് ഇവിടം വരെ നമുക്ക് കാണാം. ഇവിടം വരെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തിരിച്ച് ഇവിടെ റീടെസ്റ്റ് ചെയ്തിട്ട് ഇവിടുന്ന് വീണ്ടും താഴോട്ട് പോകാനാണ് സാധ്യത. ഇവിടെ ഒരു സ്ട്രോങ് ലോ ഉണ്ട്, ഇവിടം വരെ ഇവിടുന്ന് ചിലപ്പോൾ സപ്പോർട്ട് എടുക്കും 21,719. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ സംഭവിക്കും, നമുക്കറിയില്ല, നോക്കാം. അല്ലെങ്കിൽ ഇവിടെ ഫെയിൽ ആയിട്ട് തിരിച്ചു കയറിപ്പോന്നിരിക്കാം. മാർക്കറ്റിൽ എപ്പോഴും ലൂപ്പ് കോളുകളുണ്ടല്ലോ, സംഭവിച്ചാൽ തിരിച്ചു പോയി എന്ന് പറയാമല്ലോ. നമ്മൾ പറയുന്ന പോലെ സംഭവിക്കണമെന്നില്ലല്ലോ, സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് പറയാം അത് ഫെയിൽ ആയി പോയെന്ന് പറയാം. ഓക്കെ, ഹലോ, നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ആണ്, ഞാൻ പഠിപ്പിച്ചിട്ട് പിന്നെ ഉൾട്ടാ പറയുന്നുണ്ട്. എല്ലാരും പോയ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ. റെക്കോർഡ് ക്ലാസ് വരുമല്ലോ അല്ലേ? എന്തിനാ പബ്ലിഷ് ചെയ്യാനാ? ഞാൻ എന്റെ സേഫ്റ്റിക്ക് പറഞ്ഞു. പബ്ലിഷ് ചെയ്യാനല്ല, ഇത് മനസ്സിലാവും. 3-4 പ്രാവശ്യം കേട്ടാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. എന്റെ സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞതാണ്. സപ്പോസ് അത് സംഭവിച്ചില്ലെങ്കിൽ ഫെയിലിയർ ആയി. ഇനി 21,700 എങ്ങനെ വന്നില്ലെങ്കിൽ എനിക്ക് മാറ്റി പറയണ്ടേ? 21,700 വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഈ സ്ട്രോങ് ലോ പറഞ്ഞില്ലേ നേരത്തെ, ആ അഥവാ നേരത്തെ ഒരു സ്ട്രോങ് ലോ വന്ന് ആ വര അതുപോലെ കിടപ്പുണ്ടെങ്കിൽ അത് ക്രോസ് ചെയ്യൂലെന്നാണോ അതിന്റെ അർത്ഥം? അതിൽ വന്നിട്ട് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ട്. ഇല്ല പിന്നെ അവിടെ ഹ്യൂജ് സെല്ലൊക്കെ പിന്നെ വന്നാലും പിന്നെ താഴ്ത്തു. അപ്പൊ ഇത് സെയിം ഞാനിപ്പോ തന്നെ 30 മിനിറ്റിൽ വെച്ച് നോക്കിയപ്പോഴ് 20 മാർച്ച് 24 ഒരു സ്ട്രോങ് ലോ വന്നിട്ടുണ്ട്. ആ ഇപ്പൊ പറഞ്ഞ പോലെ 21,700 ആണ് കിടക്കുന്നത്. ഓക്കെ, അവിടുന്ന് സപ്പോർട്ട് എടുത്തായിരുന്നോ? അവിടുന്ന് സപ്പോർട്ട് എടുത്ത് പോയതാ. ഇപ്പൊ സ്ട്രോങ് ലോ എന്ന് കറക്റ്റ് പറഞ്ഞ അതിപ്പോ പ്രീവിയസ്ലി അവിടെ ഹ്യൂജ് ബൈ നടന്ന ഒരു ലിക്വിഡ് സോൺ ആണ്. അപ്പൊ അവിടെ ഹ്യൂജ് ബൈ നേരത്തെ നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് സ്ട്രോങ് ലോ എന്ന് പറയുന്നത്. ഇപ്പൊ അല്ല, അപ്പൊ സെല്ലാണെങ്കിൽ ഞാൻ അവിടെ പറഞ്ഞു, ഒരുപാട് സെല്ലിങ് നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് സ്ട്രോങ് സെൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വന്ന് വീണ്ടും ബൗൺസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, ചാൻസ് ഉണ്ട്, റീട്രേസ്മെന്റിന് ചാൻസസ് ഉണ്ട്. അത് ഡെയിലി നോക്കുക, അവർലി നോക്കുക. ഞാനിപ്പോ 30 മിനിറ്റ്സിലാണ് നോക്കിയത്. ഇപ്പൊ ഞാൻ ഗോചാർട്ട് നോക്കുകയാണെങ്കിൽ ഗോചാർട്ട് ഇതെല്ലാം കാണിക്കാറുണ്ട്. ഗോചാർട്ട് എടുക്കാൻ നമുക്ക് ഡെയിലിയില് നമുക്കിത് കാണിക്കാറുണ്ട്. ഇപ്പൊ എന്റെ സെറ്റിങ്സ് മാറി കിടക്കുമെന്ന് അറിയില്ല, ഞാൻ കുറെ നാളായി വിളിച്ചിട്ട്. ഈ വീക്ക് ഹൈ വീക്ക് ലോ ഒക്കെ നമുക്ക് ഡെയിലിയിൽ കിട്ടാറുണ്ട് ഗോചാർട്ട്. ഓ, ഇത് കിടക്കുക.
ഇതിനകത്ത് യൂഷ്വലി കാണിക്കാറുണ്ട്. ഇതിനകത്ത് ഇപ്പൊ കാണിക്കുന്നില്ല. ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണിക്കും. ഇതിനകത്ത് സപ്പോർട്ട് എടുക്കുന്ന ഒരുപാട് ലൈൻ ഉണ്ടാവും. സപ്പോർട്ട് എടുക്കുന്ന എല്ലാം കാണിക്കും. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ 21,700 ഒരു നല്ല സപ്പോർട്ടാന്ന് തോന്നുന്നു. 22 ആയിരുന്നു സപ്പോർട്ട്. 21,700ലേക്ക് ബ്രേക്ക് ചെയ്തല്ലേ ഇന്ന് ബ്രേക്ക് ചെയ്തു. പക്ഷെ അടുത്ത എക്സ്പയറിലെല്ലാം സപ്പോർട്ട് 22 കൂടെ നിൽപ്പുണ്ട്. ഏതാണ് 25 കണ്ടില്ലേ? 22 എല്ലാരും വിചാരിച്ചിരുന്ന ഒരു സപ്പോർട്ടാണ്. പക്ഷെ ഇന്നിപ്പോ ക്ലോസ് ചെയ്ത് 21,995 ആ അല്ല, ഇതൊരു സപ്പോർട്ട് നാളെ ഓപ്പൺ ഇൻട്രസ്റ്റോട് കൂടിയിട്ടുണ്ട് നെക്സ്റ്റ് എക്സ്പയറി. ഈ എക്സ്പയറി ഓക്കെ, അത് രാവിലെ 22 ആയിരുന്നു, പക്ഷെ അത് ചേഞ്ച് ആയി ഇന്നത്തെ എക്സ്പയറിയിൽ. 18-ാം തീയതി 25-ാം തീയതി അത് തന്നെ, 2-ാം തീയതി അത് തന്നെ, നെക്സ്റ്റ് അങ്ങോട്ടെല്ലാം അത് തന്നെ. 22,000 ആണ് സപ്പോർട്ട് കാണിക്കുന്നത്. 22,200 മെയ് മാസത്തിൽ സപ്പോർട്ട് കാണിക്കുന്നത്. 22,200 കിടക്കണം. ഞാൻ കോച്ചാട്ടിന്റെ അത് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ സെറ്റിങ്സ് ഇട്ട് കാണിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് തിരിച്ച് റീടെസ്റ്റ് എടുത്തിട്ട് ഇവിടുന്ന് പോകുമ്പോൾ മാത്രമേ ട്രേഡ് എടുക്കാവൂ. അപ്പൊ ഇത്രയും നേരം നമ്മൾ പേഷ്യന്റോടെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇതിവിടെ തന്നെ ഉണ്ടല്ലേ, താഴേക്ക് വന്നു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തു, താഴെ പോയി തിരിച്ച് ഇവിടെ ഫില്ലിങ് വന്നിട്ട് ഇവിടുന്നാണ് പിന്നെ വീണ്ടും പോകുന്നത്. അപ്പൊ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതൊന്നും നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? റിക്കവറി ആയി സപ്പോർട്ട് എടുത്തെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് സി എടുക്കും. സി എടുത്തു കഴിഞ്ഞ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് വരെ പോയിട്ട് ഇത് തിരിച്ചു പോരും. അത് ഇന്ന് സംഭവിച്ചിട്ടുണ്ട് അങ്ങോട്ട്. ഇന്നിപ്പം 15 മിനിറ്റ് ഇട്ട് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അല്ലേ, ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ആയി, ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു കയറിയപ്പോൾ നമ്മളിവിടെ ട്രേഡ് എടുക്കും. പക്ഷെ എന്താ സംഭവിച്ചത്? തിരിച്ചു പോയില്ലേ. ഉണ്ടല്ലേ, ഇവിടെ ആദ്യത്തെ പൊട്ടൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തു നമ്മൾ വിചാരിച്ചു ഓക്കെ ഇവിടെ സപ്പോർട്ട് എടുത്തു, അടുത്ത ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തു. പക്ഷെ ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോയണ്ടോ, ഇവിടുന്ന് നമുക്ക് ഒരു പിടിയും തരാതെ തിരിച്ചറിയിക്കും. ഇവിടുന്ന് അപ് ട്രെൻഡ് പോകുന്ന പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത്. ഇന്നത്തെ ലോയിൽ വന്നിട്ട് അവിടുന്ന് സപ്പോർട്ട് എടുത്തേ. അപ്പൊ നമ്മൾ ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് കയറുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടുത്തെ ബയസ് പോലെ നമ്മുടെ ഹ്യൂജ് സെല്ലിങ് വന്നിട്ടില്ല, സ്ട്രോങ് സെല്ലിങ് വന്നിട്ട് അവിടുന്ന് താഴോട്ട് അടിച്ചു. ഇനി ഇവിടുന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അറിയില്ല ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു. ഇതൊരു സ്ട്രോങ് ഹൈ ആണ്. ഇപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ 22.75. ഇനി ഇവിടെ വരുമ്പോൾ വീണ്ടും ഇവിടെ റിജക്ട് ആവാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇവിടെ നേരത്തെ റിജക്റ്റ് ആയി, ഇവിടെ നേരത്തെ റിജക്റ്റ് ആയി. ഇക്വിലിബ്രിയം ഹൈ ആണ് ഇവിടെ, ഇക്യു ഹൈ. താഴെ വരുമ്പോൾ ഇക്യു ലോ ആണ് വരുന്നത്. കാര്യം പറഞ്ഞാൽ മൾട്ടിപ്പിൾ ടൈമിൽ അവിടെ സെല്ലേഴ്സും ബയേഴ്സും വന്നിട്ട് ബാലൻസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇവിടെ തന്നെ ഉണ്ടല്ലേ, ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇത് പക്ഷെ റീടെസ്റ്റ് വന്നില്ല, അങ്ങനെ തന്നെ പോയിരുന്നു. പക്ഷെ ഇത് 1 അവർ നോക്കി അറിയായിരിക്കും. അങ്ങനെ തന്നെ പോയി, റീടെസ്റ്റ് എടുത്തില്ല, റീടെസ്റ്റ് കയറിയിട്ടില്ല. ഇത് കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തിട്ട് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ റീടെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് മേലോട്ട് പോയതാണ്. ഇങ്ങനത്തെ നമ്മൾ നോക്കിയെടുക്കുക. അപ്പൊ അവിടെ 3 ക്യാനലുണ്ട്. 3 ക്യാനൽ ഇവിടുന്ന് ഇവിടം വരെ നമുക്കൊരു ഫെയർ വാല്യൂ ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വന്നു, റീടെസ്റ്റ് ഇതിന്റെ മിഡിൽ വരെയൊക്കെ എടുത്തു, തിരിച്ച് അവിടുന്ന് കയറി പോകാൻ പറ്റും. ഈ ഒരു ഏരിയയിൽ നമുക്ക് ട്രേഡ് എടുക്കാം. അടുത്ത ഇക്വിലിബ്രിയം ഹൈ ഇവിടെ കാണിക്കാം. ഈ ഒരു ഇക്വിലിബ്രിയം ഹൈ ടാർഗറ്റ് ആക്കിയിട്ട് ഈ ഫെയർ വാല്യൂവിന് താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. സ്റ്റോപ്പ് ലോസ് കുറച്ച് വലുതായിരിക്കും. എന്നുവെച്ചാൽ ഫെയർ വാല്യൂവിന്റെ 50% ആണെങ്കിൽ ഫെയർ വാല്യൂവിന്റെ മൊത്തം വാല്യൂ വരും നമുക്ക് സ്റ്റോപ്പ് ലോസ്. ഇതൊക്കെ ഒരു 100 പോയിന്റ് ആണെങ്കിൽ ആ 100 പോയിന്റ് ഒക്കെ ആയിരിക്കും നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നത്. പക്ഷെ അത് അടിക്കാനുള്ള പോസിബിലിറ്റി കുറവാണ്. അത് ഈ കൺഫർമേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് ഈ സാധനം ഒരേ ഡയറക്ഷൻ തന്നെ പോകാൻ ഉള്ള പോസിബിലിറ്റി ആണ് കൂടുതൽ.
ഇതും അതുപോലെ തന്നെ താഴെ വന്നു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചു, ഫെയർ വാല്യൂ ഫോം ചെയ്തു, ഫെയർ വാല്യൂ ഫോം ചെയ്തിട്ട് മേളിൽ പോയി റീടെസ്റ്റ് എടുത്തു, ഇവിടുന്ന് ട്രേഡ് എടുക്കാം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ട്രേഡ് എടുക്കാം. കണ്ടോ അവിടെ വന്നിട്ട് 2 വട്ടം റീടെസ്റ്റ് ഫെയർ വാല്യൂ റീടെസ്റ്റ് ചെയ്തെങ്കിലും ഇവിടുന്ന് ട്രെൻഡ് അപ് ട്രെൻഡ് തന്നെ പോയത്, ആ ട്രെൻഡ് തന്നെ. അപ്പൊ ഇതൊരു കൺഫേംഡ് കൺസെപ്റ്റ് ആണ്, പക്ഷെ കുറച്ച് ടൈം എടുക്കും. ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് കമ്പ്യൂട്ടർ ആണല്ലോ, അവർ ഇതിന്റെ മുന്നിൽ കുത്തി നോക്കുന്ന കാര്യമില്ല. അവർ ഓൾറെഡി ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഓർഡർ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല. അപ്പൊ ഇതാണ് സ്മാർട്ട് മണി കൺസെപ്റ്റിന്റെ സിംപ്ലിഫൈഡ് ഫോം. ഇൻഡെപ്ത് വേണ്ടവർക്ക് ഇനി ഇൻഡെപ്ത് ബുക്കുകളോ എല്ലാം കിട്ടുവാണെങ്കിൽ റെഫർ ചെയ്യാം. എനിക്കറിയാവുന്ന ഫോമിലാണ് ഞാൻ പറഞ്ഞു തന്നത്. ക്ലിയർ ആണോ വിത്ത് ബ്രോ? കൃഷ്ണ ബ്രോ എല്ലാരും പോയ? കേട്ടോണ്ടിരിക്കാം. എനിക്ക് ഒന്നും കൂടെ വീഡിയോ കണ്ടാലേ ക്ലിയർ ആവുള്ളൂ. ഞാൻ ഒന്നുകൂടെ ഇടയ്ക്കിടയ്ക്ക് കണ്ടു നോക്ക്, കേൾക്കാൻ പറ്റിയില്ല. ഒന്നുകൂടെ നോക്ക്, നോക്കിട്ട് നമുക്ക് ഇത് ഇട്ട് നോക്കാം. ആ ഇൻഡിക്കേറ്റേഴ്സ് ഇട്ട് നോക്കിട്ടെ ഒബ്സർവ് ചെയ്ത് നോക്കാം. ഈ BOS എന്തായിരുന്നു? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീവിയസ് BOS കണ്ടില്ലേ? ഒരു മിനിറ്റ്. BOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണ്. ഇപ്പൊ ഒരു അപ് ട്രെൻഡ് ആണെങ്കിൽ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു ലോ വന്ന് ഹയർ ലോ വന്നിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ട്രെൻഡ് കൺഫർമേഷൻ ആണ്. ഇവിടുന്ന് ആ സ്ട്രക്ചർ പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് അടുത്തൊരു ഹൈ ഫോം ചെയ്തു, വീണ്ടും ലോ ഫോം ചെയ്തിട്ട് വീണ്ടും ഹൈ ചെയ്തു. പക്ഷെ ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയത്തില്ല. ഇത് ഈ ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്ത് പോകത്തോളം കാലം ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നെയായിട്ട് പോകുന്നത്. ഈ പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇതൊരു സിംഗിൾ ലോ ഫോം ചെയ്തിട്ട് അടുത്ത ഹൈ ബ്രേക്ക് ചെയ്തുമ്പോൾ അത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും. ഇനി ഇത് തിരിച്ച് ട്രെൻഡ് റിവേഴ്സ് ആവുകയാണ്, ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞാൽ ട്രെൻഡ് റിവേഴ്സ് ആണ്. ഇപ്പൊ ഡൗൺ ട്രെൻഡ് വന്നു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഫോം, ഇതുപോലെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഫോം ചെയ്തിട്ട് പ്രീവിയസ് ലോവർ ലോ താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ ട്രെൻഡ് ചേഞ്ച് ചെയ്യാണ്ട് ഇവിടെ വന്നില്ലേ, ഇവിടെ ഫോം ചെയ്ത ഹയർ ലോ ബ്രേക്ക് ചെയ്തിട്ട് ലോവർ ലോയിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രെൻഡ് ചേഞ്ച് ചെയ്യും. ഇവിടാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ആ ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്ന ഏരിയ ആണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടുന്നുണ്ടോ ഇത് ട്രെൻഡ് ചേഞ്ച് ആയി. ഇപ്പൊ ലോവർ ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ലോവർ ലോ പോയില്ല, ലോവർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തത്. ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് മേലോട്ട് പോയി. അപ്പം ഇവിടെ ഈ ഒരു ഏരിയ, ഈ ഒരു ബ്രേക്ക് ഔട്ട് വരുന്ന ഏരിയ, ഇപ്പൊ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു ബ്രേക്ക് ഔട്ട് വന്ന ഏരിയ ആകുമ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ ഇതിപ്പോ സിംഗിൾ ലോ ചേഞ്ച് ചെയ്തിട്ട് അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ആ ട്രെൻഡ് കണ്ടിന്യൂഷൻ പോകുന്നതിന്റെ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് പോകുമ്പോൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, അല്ലെങ്കിൽ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് പോകുമ്പോൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും. മനസ്സിലായോ? മനസ്സിലായി. ലിക്വിഡിറ്റി Break ഗ്യാപ്പ് of എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഫോൾസ് ബ്രേക്ക് ഔട്ട് വരും നമ്മുടെ ലിക്വിഡിറ്റി സോണിൽ. ആ ലിക്വിഡിറ്റി സോണിൽ ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് തന്നിട്ടായിരിക്കും ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ടിൽ നമ്മൾ ട്രാപ്പ് ആയി കഴിഞ്ഞാൽ നമ്മൾ ലോസിൽ പോകും. അവിടുന്ന് എന്ന് വെച്ചാൽ ഈ ലിക്വിഡിറ്റി ഏരിയയിലും കഴിഞ്ഞിട്ട് ഫോൾസ് ബ്രേക്ക് ഔട്ടും കഴിഞ്ഞിട്ട് അടുത്ത ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തതിന് ശേഷം അത് റീടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അത്രയും കൺഫർമേഷൻ കഴിഞ്ഞിട്ടാണ് സ്മാർട്ട് മണി കൺസെപ്റ്റ് വെച്ചിട്ട് ട്രേഡ് എടുക്കണമെന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന്റെ ഒരു ട്രെൻഡില് നമ്മൾ പോകുന്നത്. പക്ഷെ അവരുടെ കൺഫർമേഷൻ കഴിഞ്ഞതിന് ശേഷം, അവർ ട്രേഡ് എടുത്ത് അവരുടെ കൺഫർമേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ട്രെൻഡ് കൺഫേംഡ് എന്ന് പറയുന്നത് യൂഷ്വലി. ഇതിന്റെ കൂടെ മറ്റ് RSI അങ്ങനെയുള്ള ഇൻഡിക്കേറ്റർ വെച്ചിട്ട് കൺഫർമേഷൻ എടുത്തിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, ഇനി വേറെ പറയാനുള്ളത്, നമ്മുടെ ആൾക്കാർ മിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് പറയണം. ഇത് ജനറലായിട്ട് ഞാൻ പറഞ്ഞ ഏതാണ് ഇന്നത്തെ രാവിലെ ബുള്ളിഷ് ആയ സ്റ്റോക്ക് ഏതാണ്? ടാറ്റ സ്റ്റീൽ ആണോ? ടാറ്റ പവർ.
അയ്യോ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളെല്ലാം വെറുതെ കേൾക്കാതിരിക്കുവായിരുന്നല്ലേ? ഹലോ, അതെ ബ്രോ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ഞാന് സ്റ്റോക്ക് ഓപ്ഷനിൽ ട്രേഡ് എടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. സ്റ്റോക്ക് ഓപ്ഷനിൽ ട്രേഡ് എടുക്കുമ്പോൾ രാവിലെ ചെയ്യേണ്ട കാര്യം, ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ട്രേഡ് എടുക്കാതിരിക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്യാപ്പ് അപ്പിൽ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ അല്ലെങ്കിൽ അരമണിക്കൂർ ക്യാൻഡിൽ കഴിയുമ്പോൾ ഇത് പ്രോഫിറ്റ് ബുക്കിംഗ് വരും. പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലോസിലേക്ക് എൻഡപ്പ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ സ്റ്റോക്ക് ഓപ്ഷനിൽ ട്രേഡ് എടുക്കാതിരിക്കുക, വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് ഈ പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞ് വന്നിട്ട് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകുന്ന 15 മിനിറ്റ്, ഒരു ക്യാൻഡിൽ സപ്പോർട്ട് എടുത്ത് ഈ ക്യാൻഡിൽ നമുക്ക് വേണം ട്രേഡ് എടുത്തിട്ട് പ്രീവിയസ് ക്യാൻഡിൽ ലോ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കാം. ഇതാണ് ഗ്യാപ്പ് അപ്പ് ആകുമ്പോൾ ചെയ്യേണ്ട കേസ്. ഇനി ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു 50-60-90%, 50 ആണ്, 90% ഞാൻ നിങ്ങൾക്ക് അഷുറൻസ് തരാം. 3-15 മിനിറ്റ് ക്യാൻഡിൽ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് നമുക്ക്. കേൾക്കുന്നുണ്ടോ? ഉണ്ട് ഉണ്ട്. 3-15 മിനിറ്റ് ക്യാൻഡിൽ കിട്ടാനുള്ള പോസിബിലിറ്റി. ഇപ്പൊ ഇത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. 3-15 മിനിറ്റ് ക്യാൻഡിൽ, ഇവിടെ 4 ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു അല്ലെ? 15 9:40 ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. 9 ഇവിടെ ഡൗൺ ആയിരുന്നു. ഡൗൺ കഴിഞ്ഞിട്ട് തിരിച്ചു കയറിയതാ. അപ്പം ഫ്ലാറ്റ് ഓപ്പണിംഗ് വരുന്ന ദിവസം ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. 3-4 ക്യാൻഡിൽ വന്നിട്ടുണ്ട്. മൂന്നാമത്തേത് അപ്പായിരുന്നു, പക്ഷെ ഇത് റെഡിൽ ക്ലോസ് ചെയ്തു. പക്ഷെ അടുത്തത് പോയി. ഇവിടെ 3 ക്യാൻഡിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും നോക്കുക, ഫ്ലാറ്റ് ഓപ്പണിംഗ് ഉള്ള ടൈമിൽ നിങ്ങൾക്ക് 3 ക്യാൻഡിൽ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ നോക്ക്, ഇവിടെ 14, ഇവിടെ 2:30, 1, 2, 3, 4 ക്യാൻഡിൽ. അപ്പൊ 3-15 മിനിറ്റ് ക്യാൻഡിൽ കിട്ടാനുള്ള പോസിബിലിറ്റി ഉറപ്പാണ്. ഇവിടെ കണ്ടില്ല, 3, 4. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ 15 മിനിറ്റ് വിടുക. ആദ്യത്തെ 15 മിനിറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ 15 മിനിറ്റ്, ആദ്യത്തെ 15 മിനിറ്റ് മേളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ 15 മിനിറ്റ് ക്യാൻഡിൽ എൻട്രി എടുക്കുക. ആ രണ്ടാമത്തെ 15 മിനിറ്റ് ക്യാൻഡിൽ ഫുള്ള് നിങ്ങൾക്ക് കിട്ടും. അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ രണ്ടാമത്തെ 15 മിനിറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ആദ്യത്തെ 15 മിനിറ്റിന്റെ താഴെ കൊണ്ടു. അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആകുമ്പോൾ ഈ കംപ്ലീറ്റ് ആയ 15 മിനിറ്റ് താഴെ കൊണ്ടുവരും. ഇവിടെ ക്ലോക്ക് ഇട്ടാൽ മതി, നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര മിനിറ്റിൽ കംപ്ലീറ്റ് ആവുന്നത്. 15 മിനിറ്റ് നോക്കിയിട്ട് അത് തീരുമ്പോൾ സ്റ്റോപ്പ് ലോസ് തള്ളി ഇവിടെ ഇടുക. സ്റ്റോപ്പ് ലോസ് തള്ളി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത 15 മിനിറ്റ് ക്യാൻഡിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇങ്ങനെ ട്രെയിൽ ചെയ്ത് പോകും. അപ്പൊ സപ്പോസ് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കോസ്റ്റ് ഇറങ്ങേണ്ടി വരും. ആ രണ്ടാമത്തെ 15 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് എടുത്ത് ഇവിടെ വരും. അത് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി ട്രെയിൽ ചെയ്ത് പോകണം. അല്ലെങ്കിൽ രണ്ടാമത്തെ 15 മിനിറ്റിൽ കിട്ടുന്ന പ്രോഫിറ്റ് എടുത്തിട്ട് പോരുക. ഇതാണ് നമ്മൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞിട്ട് വന്നിട്ട് വരുന്ന ക്യാൻഡിലിൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു കയറുന്ന ക്യാൻഡിലുണ്ടോ, തിരിച്ചു കയറുന്ന ക്യാൻഡിൽ മാത്രം ട്രേഡ് എടുക്കുക. ഇല്ലെങ്കിൽ അത് ട്രേഡ് എടുക്കണ്ട. ഇപ്പൊ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ആദ്യത്തെ ക്യാൻഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ ക്യാൻഡിൽ ആദ്യത്തെ ക്യാൻഡിൽ മേളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ആ രണ്ടാമത്തെ 15 മിനിറ്റ് ക്യാൻഡിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഇപ്പൊ നിഫ്റ്റി ട്രെൻഡൂടെ നോക്കണം പാരലായിട്ട്. പിന്നെ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ, ഇതുപോലെ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് എടുത്തിട്ട് രണ്ട് സിനാരിയോയിൽ നമുക്ക് ട്രേഡ് എടുക്കാം. സപ്പോർട്ട് എടുത്തിട്ട് പ്രീവിയസ് ഹൈ, അന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാം. ഈ ഒരു ബ്രേക്കിംഗ് ഏരിയന്ന് ഇവിടുന്ന് ട്രേഡ് എടുക്കാം. ഇവിടുന്ന് ട്രേഡ് എടുക്കുവാണ് ഇപ്പൊ. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലെ വന്നിട്ട് സപ്പോർട്ട് എടുക്കുന്ന ടൈമിൽ ട്രേഡ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിപ്പോ ഗ്യാപ്പ് ഡൗൺ വന്നിട്ട് ഇവിടെ ഗ്യാപ്പ് ഡൗൺ വന്നു. ഗ്യാപ്പ് ഡൗൺ വന്നിട്ട് ഇവിടെ സപ്പോർട്ട് എടുത്തു. സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു പോകുന്ന ഈ ഒരു ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ ട്രെയിൽ ചെയ്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് റീട്രേസ്മെന്റ് സെയിം ലെവലിൽ വരുമ്പോൾ എടുക്കുക. അല്ലെങ്കിൽ സപ്പോർട്ട് എടുത്ത് വരുന്ന ടൈമിൽ ട്രേഡ് എടുക്കുക.
ഇത് 15-ാം തീയതി ഗ്യാപ് ഡൗൺ ആയിരുന്നു. ഇവിടെ വന്നില്ലേ, ഗ്യാപ് ഡൗൺ വന്നിട്ട് ഇവിടുന്ന് ട്രെൻഡ് ഉണ്ട്, ഇവിടുന്ന് ഡൗൺ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ സപ്പോർട്ട് എടുത്തിട്ട് നമുക്ക് ഇത് എടുക്കാൻ പറ്റില്ല. ഈ 15 മിനിറ്റ് സപ്പോർട്ട് ഒരു ക്യാനിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത് ഇതിപ്പോ ക്യാനിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എടുക്കാൻ പാടില്ല. അടുത്ത ക്യാനിൽ ഇതിന്റെ മുകളിൽ ഓപ്പൺ ആവാനേ മാത്രമേ എടുക്കാവൂ. ഇപ്പൊ ഇത് താഴെ തന്നെ ഓപ്പൺ ചെയ്തു, താഴെ തന്നെ വന്നു, ഇവിടെ വന്നു, ഈ ക്യാനിൽ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ക്യാനിൽ ഇതിന്റെ മേളിൽ ഓപ്പൺ ആയില്ലേ, ഈ ഒരു ക്യാനിൽ നമ്മൾ ട്രേഡ് എടുക്കാം. ഈ ഒരു ക്യാനിൽ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാനിൽ മൊത്തം കിട്ടും, അല്ലെങ്കിൽ അതിനടുത്ത ക്യാനിൽ ഇത് നമുക്ക് പിന്നെ ട്രെയിൽ ചെയ്ത് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത്. ഇപ്പൊ ഇവിടെ 61 തൊട്ട് 65 5 പോയിന്റ്, അതായത് നമുക്ക് 2 പോയിന്റ് കിട്ടും, അല്ലെങ്കിൽ 3 പോയിന്റ് കിട്ടും. 5 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് 3 15 1.5 പോയിന്റ് എങ്കിലും കിട്ടും. 30 എടുക്കുക, 60 എടുക്കുകയാണെങ്കിൽ 3 പോയിന്റ് നമുക്ക് കിട്ടും. ഡെൽറ്റയുടെ കാര്യം ഞാൻ പറയുന്നത്, 3 പോയിന്റ് കിട്ടും. 3 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7,000 രൂപയ്ക്ക് അടുത്ത് കിട്ടും. ഹിന്ദു പെട്രോ 2,700 2,000 കണ്ട, അപ്പൊ 7,000 രൂപയ്ക്ക് അടുത്ത് കിട്ടും. ആ ഒരു കേസിൽ ഇങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത്. ഇനിയിപ്പോ നമുക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് സ്മാർട്ട് മണി കൺസെപ്റ്റ് അറിയാം, അപ്പൊ നമുക്ക് ലിക്വിഡിറ്റി ഏരിയ അറിയാം. ലിക്വിഡിറ്റി ഏരിയ നോക്കുക, ഏതാണ് റിജക്ഷൻ ഏരിയ നോക്കുക, ഇതൊക്കെ നോക്കിയിട്ട് ഇതുപോലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്തിട്ട് അത് റീടെസ്റ്റിന് വരുമ്പോൾ എടുക്കുക. റീടെസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ മിഡിൽ വന്നിട്ട് ഇപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തു, റീടെസ്റ്റ് വന്നില്ല. റീടെസ്റ്റ് വന്നിട്ട് ഇവിടെ നല്ല ട്രേഡ് പിന്നെ പോയി. ഇവിടെ വന്നപ്പോ എന്തോ ഇവിടെ ഒരു അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു സെൽ സോൺ ആണ്. ഈ സെൽ സോണ് ലിക്വിഡിറ്റി ഏരിയ ആണ്. അപ്പൊ ഇവിടുന്ന് ട്രേഡ് എടുക്കുവാണെങ്കിൽ ഇവിടെ ഇറങ്ങിക്കോണം, അല്ലെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്യുക. ഇപ്പൊ ഈ ലിക്വിഡിറ്റി ഏരിയയുടെ ഓൾമോസ്റ്റ് മിഡിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് റിവേഴ്സ് ആവുന്നുണ്ട്. ഇനി റിവേഴ്സ് ആയി ഇവിടം വരെ പോകും. അപ്പൊ ഈ ലിക്വിഡിറ്റി ഏരിയയിൽ ഇറങ്ങുക. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അഡീഷണലി ഫെയർ വാല്യൂ ഗ്യാപ്പും ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ചേഞ്ച് ഓഫ് ക്യാരക്ടറും ഒക്കെ കിട്ടി. നമുക്കിപ്പോ ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് നമ്മൾ മൈൻഡിൽ നോക്കുക. നിങ്ങൾ ഇത് പേപ്പർ എടുത്തിട്ട് എഴുതി നോക്കുക, എഴുതി വരച്ച് നോക്കുക. വരച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കത്തുള്ളൂ. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ വെയിറ്റ് ചെയ്യുക. പ്രോഫിറ്റ് ബുക്കിംഗ് 15 മിനിറ്റ് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് വരും, താഴെ വരും. താഴെ വന്നിട്ട് സപ്പോർട്ട് എടുക്കുക. സപ്പോർട്ട് എടുത്ത് അടുത്ത 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് കയറുമ്പോൾ മാത്രം സ്റ്റോക്ക് എടുക്കുക. രണ്ടാമത്തെ തിരിച്ച് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി രണ്ടാമത്തെ 15 മിനിറ്റ് പ്രീവിയസ് 15 മിനിറ്റിന്റെ മുകളിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു 15 മിനിറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഇനി ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് മാർക്കറ്റ് എങ്കിൽ, അല്ലെങ്കിൽ സ്റ്റോക്ക് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ചെയ്തേക്കുന്നതെങ്കിൽ 3 15 മിനിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിൽ രണ്ടാമത്തെ 15 മിനിറ്റ് കയറുക, അതിൽ ബുക്ക് ചെയ്തിട്ട് അതിൽ ഇറങ്ങുക. ഇനി മൂന്നാമത് ഗ്യാപ് ഡൗൺ ആണെങ്കിൽ വെയിറ്റ് ചെയ്യുക, താഴെ പോയിട്ട് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് ഒരു 15 മിനിറ്റ് ക്ലോസ് ചെയ്തിട്ട് രണ്ടാമത്തെ 15 മിനിറ്റിൽ എൻട്രി എടുക്കുക. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് എടുത്തിട്ട് വരുന്ന 15 മിനിറ്റിന്റെ ആദ്യത്തെ 15 ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് രണ്ടാമത്തെ ഗ്രീൻ ക്യാൻഡിലിന്റെ ഓപ്പണിങ്, രണ്ടാമത്തെ ക്യാൻഡിൽ ആദ്യത്തെ ക്യാൻഡിൽ മേളിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ അവിടുന്ന് ട്രേഡ് എടുക്കാം. അതാണ് ഗ്യാപ് ഡൗൺ ആണെന്നുള്ള കേസ് പറയുന്നത്. എല്ലാത്തിനും സ്റ്റോപ്പ് ലോസ് മുഖ്യമാണ്. സ്റ്റോപ്പ് ലോസ് 3000 രൂപ കളയേണ്ട അടുത്ത് 3000 രൂപ കളയുക തന്നെ വേണം, വേറെ മാർഗമൊന്നുമില്ല. എല്ലാ ട്രേഡും നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കിട്ടത്തൊന്നുമില്ല. 3000 രൂപ കളഞ്ഞാൽ അവിടെ തീരും. 30,000 രൂപ കളയുന്നതിലും നല്ലതാണ്. അപ്പം അതാണ് ഓപ്ഷൻ. ഇത് ഓപ്ഷന് മാത്രമേ ഉള്ളൂ, സ്റ്റോക്ക് ഓപ്ഷന് മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. ഇൻഡെക്സിന്റെ കാര്യം എനിക്കറിയില്ല, ദൈവത്തിനും അറിയില്ല. ഓക്കെ, ഇൻഡെക്സിന് എൻ്റെ കയ്യിൽ ഒരു സൊല്യൂഷനും ഇല്ല. അപ്പൊ ഇതാണ് സ്റ്റോക്ക് ഓപ്ഷനിൽ ഒരു 80 to 90% നിങ്ങൾക്ക് സക്സസ് കിട്ടണമെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് ഒരു പേപ്പർ എടുത്ത് നിങ്ങൾ വരയ്ക്കും 3 കണ്ടീഷനിലും എവിടെ ട്രേഡ് എടുക്കണം. അപ്പൊ നിങ്ങളുടെ മനസ്സിലത് പതിയും, എവിടെ ട്രേഡ് എടുക്കണം, എവിടെ സ്റ്റോപ്പ് ലോസ് എടുക്കണം, സ്റ്റോപ്പ് ലോസ് ഉണ്ടെന്ന് ഇങ്ങനെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലായിക്കോളും ട്രേഡ് എടുക്കുമ്പോൾ. ഓക്കെ, ഇത് സ്റ്റോക്ക് ഓപ്ഷന്റെ കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും സെക്ടർ നോക്കുക. സെക്ടർ ബുള്ളിഷ് ഉള്ള സെക്ടർ മാത്രം ട്രേഡ് എടുക്കുക. ഇന്ന് മീഡിയ ആയിരുന്നു, മീഡിയ ഓക്കെ, രാവിലെ വ്യത്യാസം ഉണ്ടായിരുന്നായിരിക്കും, രാവിലെ മാർക്കറ്റ് ഓപ്പൺ. സെക്ടർ 1% മേളിൽ നിൽക്കുന്ന സെക്ടറിൽ മാത്രം സ്റ്റോക്ക് എടുക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ബുള്ളിഷ് ആണെങ്കിൽ ഇപ്പോൾ IT സ്റ്റോക്ക് എടുക്കരുത്, IT ബുള്ളിഷ് ആണെങ്കിൽ മാത്രമേ IT സ്റ്റോക്ക് എടുക്കാവൂ. അപ്പൊ സെക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നിഫ്റ്റിയുടെ മൂവ്മെന്റ്, ഡെറിവേറ്റീവ് സ്റ്റോക്കുകളെ നിഫ്റ്റിയുടെ മൂവ്മെന്റ് ഭയങ്കരമായിട്ട് ബാധിക്കും. ഡെറിവേറ്റീവ് സ്റ്റോക്ക് നിഫ്റ്റിക്ക് മൂവ്മെന്റ് വരുന്നത് തന്നെ നിഫ്റ്റിയുടെ 50 സ്റ്റോക്കുകളിലെ ബേസ് ചെയ്തിട്ടാണ്.
പക്ഷെ 50 സ്റ്റോക്കുകൾ ബാക്കി 185 സ്റ്റോക്ക് ഉണ്ടല്ലോ, 130 സ്റ്റോക്ക് ഉണ്ടല്ലോ. ആ 130 സ്റ്റോക്കിനെയും ഈ നിഫ്റ്റിയുടെ മൂവ്മെന്റും ബാധിക്കും. അപ്പം സെക്ടർ നോക്കുക, നിഫ്റ്റിയുടെ മൂവ്മെന്റ് നോക്കുക. അപ്പൊ നിഫ്റ്റി പശപ്പശ ആണെങ്കിൽ ഇറങ്ങിയേക്കും അന്നേരം, പിന്നെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പം 50 സ്റ്റോക്ക് എന്തായാലും നിഫ്റ്റിയുടെ മൂവ്മെന്റ് തന്നെ ആയിരിക്കും. നിഫ്റ്റി 50-ല് അതിൽ സെക്ടർ ബുള്ളിഷ് ഉണ്ടെങ്കിൽ മാത്രം അത് പിടിച്ചു നിൽക്കും നിഫ്റ്റി വീണാല്. അല്ലാത്ത സ്റ്റോക്കുകളൊക്കെ ഭയങ്കര വോളറ്റൈൽ ആയിരിക്കും. ഇപ്പം എല്ലാം കേട്ടില്ലേ? ഞാൻ വീണ്ടും രണ്ടാമത് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? കുറച്ചൊക്കെ ക്ലിയർ ആയി. നേരത്തെ മൈക്കില്ലായിരുന്നു. 3 കണ്ടീഷനേ ഉള്ളൂ. ഞാൻ പറഞ്ഞ സ്റ്റോക്ക് ടാപ്പപ്പ് ആണെങ്കിൽ വെയിറ്റ് ചെയ്യുക, പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞിട്ട് എടുക്കുക റീട്രേസ്മെന്റ് വരുമ്പോൾ. അതും ഗ്രീൻ ക്യാൻഡിൽ 15 മിനിറ്റിലിട്ട് നോക്കിയാൽ മാത്രമേ കൺഫർമേഷൻ കിട്ടത്തുള്ളൂ. ഓൾവേസ് 15 മിനിറ്റ് നോക്കിയിട്ട് എടുക്കുക. രണ്ടാമത് ഫ്ലാറ്റ് ആണെങ്കിൽ 15 മിനിറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ആദ്യത്തെ 15 മിനിറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ 15 മിനിറ്റ് ട്രേഡ് എടുത്തിറങ്ങുക. ഗ്യാപ് ഡൗൺ ആണെങ്കിൽ താഴെ നിന്ന് വെയിറ്റ് ചെയ്യുക. ഒന്നുകിൽ സെയിം ലെവല്, അന്ന് ഓപ്പൺ ചെയ്ത ലെവല് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ താഴെ നിന്ന് സപ്പോർട്ട് എടുക്കുന്ന ഗ്രീൻ ക്യാൻഡിൽ കഴിഞ്ഞ് അടുത്ത ഗ്രീൻ ക്യാൻഡിൽ 15 മിനിറ്റിന്റെ ഓപ്പണിംഗ് മേളിലാണെങ്കിൽ, ക്ലോസ് ചെയ്തതിന് മേളിലാണെങ്കിൽ അവിടുന്ന് ട്രേഡ് എടുക്കാവുന്നതാണ്. റീട്രേസ്മെന്റ് ട്രേഡുകൾക്ക് എപ്പോഴും പവർഫുൾ ആയിരിക്കും. റീട്രേസ്മെന്റ് ട്രേഡ് പെട്ടെന്ന് തിരിച്ചു പോകത്തില്ല. മനസ്സിലായി. അപ്പം റീട്രേസ്മെന്റ് ട്രേഡ് നോക്കി എടുത്തു കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് പണി കിട്ടാതിരിക്കാം. ഇന്നൊക്കെ തന്നെ ആയാലും ഇത് കണ്ടില്ലേ, ആദ്യത്തെ 15 മിനിറ്റ് തിരിച്ചു പോയാണ്ടില്ലേ, ആദ്യത്തെ 15 മിനിറ്റ് നിന്നോളൂ. പക്ഷെ ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് ഈ ക്യാൻഡിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാം. മനസ്സിലായില്ലേ? ഈ ഒരു ക്യാൻഡിൽ സേഫ് ആണ്. പെട്രോ ഫ്യൂവൽസ് അല്ലേ ഇത്? ഭാരത് BPCL. ഇത് കണ്ടോ ഇവിടെ 15-ാം തീയതി ഇവിടുന്ന് ആദ്യത്തെ ക്യാൻഡിൽ വിട്ടു. ആദ്യത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം മേളിലൊരു ക്യാൻഡിൽ എടുക്കാമല്ലോ ഇവിടുന്ന്. ഇത് റീട്രേസ്മെന്റ്, ആദ്യത്തെ ക്യാൻഡിൽ വിട്ട് രണ്ടാമത്തെ ക്യാൻഡിൽ. ഇപ്പൊ ഫ്ലാറ്റ് ഓപ്പണിംഗ് ഉള്ള ദിവസമാണെങ്കിൽ പോലും ഗ്യാപ് ഡൗൺ ഉള്ള ദിവസം വെയിറ്റ് ചെയ്യുക. ഇതെടുത്തിട്ട് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് അടുത്ത ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്യുന്നു, ഇതിന്റെ മേളിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എടുത്താൽ മതി. ഇത് നോക്ക്, ഫ്ലാറ്റ് ഓപ്പണിംഗ് ഞാൻ പറഞ്ഞ 3 ക്യാൻഡിൽ കിട്ടുമെന്ന്. 3 ക്യാൻഡിൽ കിട്ടിയില്ലേ? 4 ക്യാൻഡിൽ ഉണ്ട്. ഈ ഒരു ക്യാൻഡിലും ഉണ്ട്, പക്ഷെ ഈ ഒരു ക്യാൻഡിൽ എക്സ്ക്ലൂഡ് ചെയ്താൽ പോലെ തന്നെ 3 ക്യാൻഡിൽ ഉണ്ട്. ഫ്ലാറ്റ് ഓപ്പണിംഗ് 3 ക്യാൻഡിൽ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ഇവിടെ. ഓക്കെ, ഇവിടെ സപ്പോർട്ട് എടുത്ത് ഇവിടുന്ന് 3 ക്യാൻഡിൽ കിട്ടിയില്ലേ? ഫ്ലാറ്റ് ഓപ്പണിംഗ് ഉള്ള ദിവസം ഉറപ്പായിട്ട് കിട്ടും. ഇത് ഗ്യാപ്പ് അപ്പ്, ഇത് ചിലപ്പോ ഇത് 3.25, സോറി 3.25 ഗ്യാപ്പ് അപ്പ് വന്നു. ഇത് കണ്ടില്ലേ? ഗ്യാപ് ഡൗൺ. വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റീട്രേസ്മെന്റ് വന്നു കഴിഞ്ഞാൽ എടുക്കരുത്. ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴെ ഇത് എടുത്തിട്ട് അടുത്ത ക്യാൻഡിൽ നമ്മൾ എടുക്കും. അടുത്ത ക്യാൻഡിൽ ഗ്രീൻ വന്നിട്ടില്ല, ഗ്രീൻ വരാത്തതുകൊണ്ട് നമ്മൾ എടുക്കത്തില്ല. താഴെ നിൽക്കുക, വെയിറ്റ് ചെയ്യുക. ഇവിടെ ഗ്രീൻ വന്നു, അടുത്ത വന്ന ഗ്രീൻ ഇല്ല, വന്നിട്ടില്ല. ഇതിന്റെ മേളിൽ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇത് ORB യൂസ് ചെയ്യാവുന്നതല്ലേ ഇതിന്? ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞ സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇതിന്? അതാണ് ഓപ്പണിംഗ് റേഞ്ച്, അതാണ് OHLC സ്ട്രാറ്റജി. നമ്മളെ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിന്റെ മേളിൽ അടുത്ത ആദ്യത്തെ 15 മിനിറ്റ് മേളിൽ രണ്ടാമത്തെ 15 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ട്രേഡ് എടുക്കാം. മാർക്കറ്റ് ട്രെൻഡ് കൂടെ നോക്കണം. മാർക്കറ്റ് നിഫ്റ്റിക്ക് അനുസരിച്ച് പെട്ടെന്ന് വോളറ്റൈലാവും. നിഫ്റ്റി ഞാൻ പറഞ്ഞില്ല 185 സ്റ്റോക്ക് ഉണ്ടെങ്കിൽ 50 സ്റ്റോക്ക് നിഫ്റ്റിയുടെ സ്വഭാവമായിരിക്കും. പക്ഷെ അതിൽ ബുള്ളിഷ് ഉള്ള സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യും. അതാ സെക്ടർ ബുള്ളിഷ് ആണെങ്കിൽ അതിലധികം ഇമ്പാക്ട് വരത്തില്ല. ബാക്കി 130 സ്റ്റോക്കിലും നിഫ്റ്റി മൂവ് ചെയ്യുന്നതനുസരിച്ച് പാനിക് സെല്ലിങ് വരും. ഓക്കെ, ബേസിക്കലി അതിനകത്ത് സെല്ലിങ് നടക്കുന്നത് കൊണ്ടാണ് നിഫ്റ്റി 50 സ്റ്റോക്കുകളിൽ സെല്ലിങ് നടക്കുന്നതുകൊണ്ടാണ് നിഫ്റ്റി മൂവ് ചെയ്യുന്നത്. അപ്പം ആ 50 സ്റ്റോക്കില് നിഫ്റ്റിയുടെ ഇമ്പാക്ട് ബാക്കിയുള്ള സ്റ്റോക്കുകളിലേക്കും ട്രാൻസ്ഫർ ആവും. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ഈ ഒരു 3 കണ്ടീഷൻ ഓർത്ത് വെക്കുക.
പിന്നെ സെയിം സെക്ടർ ബുള്ളിഷായ സെക്ടർ മാത്രം അന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കും. ഇപ്പൊ എനർജി രാവിലെ ബുള്ളിഷ് ആണെങ്കിൽ എനർജിയിൽ മാത്രമേ ട്രേഡ് എടുക്കാവൂ. അന്നേരം പോയി ഐറ്റിയിൽ എടുക്കരുത്. ബാങ്ക് ആണെങ്കിൽ ബാങ്കിൽ എടുക്കുക. അപ്പൊ അതിലാകുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് മാർക്കറ്റ് നെറ്റ് ഡൗൺ ആയി. ഈ സാധനം തിരിച്ച് റിക്കവർ ആകുമ്പോൾ മാർക്കറ്റ് റിക്കവർ ആണ്, നെറ്റ് തിരിച്ച് കയറി വരുമ്പോൾ ഈ സ്റ്റോക്കുകൾ ബുള്ളിഷായ സെക്ടർ വീണ്ടും തിരിച്ച് കയറി വരും, ഉറപ്പായിട്ട് തിരിച്ച് കയറി വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ 10% ഒക്കെ പോയിട്ട് 8% വന്നിട്ട് വീണ്ടും തിരിച്ചു കയറി പോകുന്നത്, അല്ലെങ്കിൽ 6% ഒക്കെ പോയിട്ട് 4% വന്നിട്ട് വീണ്ടും 6% 7% പോകുന്ന കണ്ടിട്ടില്ല. ഇല്ലെങ്കിൽ നല്ലതായിട്ട് വെയിറ്റ് ചെയ്തിട്ട് റിസ്ക് എടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ആണെങ്കിൽ രാവിലത്തെ ടോപ്പ് ഗെയിനർ നോക്കുക. ടോപ്പ് ഗെയിനർ പോയിട്ട് ടോപ്പ് ഗെയിനർ കറക്ഷൻ വരും, പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ അതിന്റെ ഷോർട്ട് കവറിംഗിൽ നമുക്ക് ചെറിയ പോയിന്റ് എടുക്കാം. അധികം പോയിന്റ് ഒന്നും കിട്ടത്തില്ല. അത് തിരിച്ചാ ലെവലിൽ വരുന്നവരെ നമുക്ക് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാം. എല്ലാത്തിനും സ്റ്റോപ്പ് ലോസ് മുഖ്യം. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നോട് നിർത്തുക. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. ഓക്കെ, എന്തായാലും റെക്കോർഡ് ഇടുമല്ലോ. നമുക്ക് എന്തായാലും ഒന്നും കൂടെ ഒന്ന് കണ്ടാലേ നമുക്ക് പുതിയ കൺസെപ്റ്റ് ചെയ്ത് നോക്കിയാലും നമ്മള് കുറെ ഈ ട്രേഡ് എടുത്ത് നോക്കാം. ഏതാണ് പേപ്പർ ട്രേഡ് എടുത്തിട്ട് നോക്കിയാലും മതി. ഓക്കെ, ശരി. കൺസെപ്റ്റ് മനസ്സിലാക്കുക, എവിടാണ് വരുന്നതെന്ന്. നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. എവിടാണ് ഓർഡർ ബ്ലോക്ക് ഏരിയ, സപ്പോർട്ട് വരച്ചേക്കുന്ന ഓർഡർ ബ്ലോക്ക് ഏരിയ തന്നെ ആണോ എന്ന് നമുക്ക് ഡബിൾ കൺഫർമേഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, ശരി, താങ്ക് യു. മറ്റേത് നോക്കിയായിരുന്നോ ഗ്യാൻ സ്ക്വയർ? അത് ഞാൻ നോക്കി. ഞാൻ എക്സലിൽ സംഭവം ഉണ്ടാക്കിയായിരുന്നു, പക്ഷെ എക്സലിൽ കുഴപ്പമില്ല. ഞാൻ മറ്റേ സോഫ്റ്റ്വെയർ നോക്കിയായിരുന്നു. ഞാൻ എടുക്കണത് തലേ ദിവസത്തെ ക്ലോസും രാവിലെ 9:30 എടുക്കുക. 9:30 ആകുമ്പോഴേക്കും ഒന്ന് കൺസോളിഡേറ്റ് ആവും. 9:30 ഓപ്പണിംഗ് പ്രൈസും എടുക്കില്ല LTP ആയിട്ട്. എന്നിട്ട് ഇന്നൊക്കെ ഇന്ന് എക്സൈഡിൽ ഞാൻ നോക്കി, എക്സൈഡ് അടിച്ചു. പിന്നെ മദർസൺ സുമി അടിച്ചു. അങ്ങനെ 3 ഞാൻ ഇന്ന് നോക്കിയത് 3 അടിച്ചു. IOC നോക്കി, IOC അടിച്ചു. ONGC അടിച്ചു. താഴോട്ട് അടിച്ചു. ഇത് മദർസൺ മുകളിലോട്ട് അടിച്ചു, മറ്റേത് താഴോട്ട് അടിച്ചു. ONGC എക്സൈഡ് താഴോട്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റോക്കിൽ ഞാൻ നോക്കില്ല, ആക്ച്വലി നോക്കണം. ഞാന് രാവിലെ എഴുന്നേറ്റില്ല, ബെഡിൽ കിടന്നുകൊണ്ടാണ് ട്രേഡ് എടുത്ത്. ശരി എന്നാ.